بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. പ്രിയ സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ സംവാദം ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കുവാനുള്ള ഒരു സംരംഭമായി ഈ ചർച്ചയെ മാറ്റി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഞങ്ങളുടെ എതിരാളികളിൽ നിന്ന്, അവരുടെ നാവുകളിൽ നിന്ന് ഹക്ക് വരണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ആളുകളെ തോൽപ്പിക്കുകയോ ഏതെങ്കിലും രീതിയിലുള്ള അധിക്ഷേപിക്കുകയോ അല്ല, മറിച്ച് അല്ലാഹുവിന്റെ ദീനിന്റെ കൃത്യമായ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ള, ഓരോ വിഷയത്തിലും എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ആ കാര്യം ജനങ്ങൾ അറിയണം. ഇതാണ് ഇത്തരത്തിലുള്ള ചർച്ചകളുടെ പിന്നിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വേണ്ട സമയത്ത് ആവശ്യമെടുവെങ്കിൽ മൈക്കെടുക്കാം. എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ശ്രോതാക്കളായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്, ഇവിടെ ഉസ്താദുമാര് സംസാരിക്കുന്ന സമയത്ത് യാതൊരുവിധ ടെക്സ്റ്റുകളും പൂവുകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ പാടുള്ളതല്ല. വളരെ കണിശമായി തന്നെ പറയുന്നു, യാതൊരു വിധത്തിലും അത്തരത്തിലുള്ള ടെക്സ്റ്റുകളോ പൂക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സൗണ്ട് ക്ലിപ്പുകളോ ഇവിടെ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അത് ആ നിമിഷം തന്നെ ആ ആളുകളെ അപ്പോൾ തന്നെ റിമൂവ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ സംവാദം കഴിഞ്ഞിട്ടേ പിന്നെ ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ എന്ന് ആദ്യം തന്നെ ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൻ നബിയ്യീൻ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഏറ്റവും സ്നേഹധന്യരായ സഹോദരന്മാരെ, ആകെ ചോദ്യത്തിന് 3 മിനിറ്റ് മാത്രമുള്ളതുകൊണ്ട് കൂടുതലൊന്നും വിശദീകരിക്കാതെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ എഴുതപ്പെട്ട വാദം സുന്നിവാദമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളത് റബീഉൽ അവ്വലിൽ പ്രത്യേകമായി കൊണ്ട് നടത്തുന്ന നബിദിനാഘോഷം ഇസ്ലാമികവും സുന്നത്തുമാണ്. ആ ആഘോഷത്തെക്കുറിച്ച് മുജാഹിദ് ഭാഗത്ത് നിന്ന് എഴുതപ്പെട്ടിട്ടുള്ളത് ഈ ആഘോഷം ശറഇലെ ബിദ്അത്തും അനിസ്ലാമികവുമാണ്, അതിനാൽ ഹറാമുമാണ്. അനിസ്ലാമികം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുനിന്ന്. അവിടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജിൽ മാലിക്കി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു ഫീഹി ഉലിത്തു എന്ന സ്വഹീഹ് മുസ്ലിമിന്റെ സ്വഹീഹായ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട്, സ്വന്തമായി കൊണ്ടല്ല, ഫീഹി ഉലിത്തു എന്ന മുത്തുനബിയുടെ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു തന്റെ അൽ മദ്ഖലിൽ പറയുന്നു, മൗലിദ് ഓതൽ സുന്നത്താണ്. സ്വന്തം പറഞ്ഞതല്ല, ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്. അതേപോലെ തന്നെ അൽ ഹാഫിൽ ഇമാമുൽ ഹുഫാദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്, ലോകത്താർക്കും സംശയമില്ലാത്ത ഇമാമായ ബഹുമാനപ്പെട്ട അൽ ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരും പറയുന്നു, നോമ്പ്, സുജൂദ് പോലുള്ള ദാനധർമ്മങ്ങളും പിന്നെ തിലാവത്തുൽ ഖുർആനും പോലുള്ള ഇത്യാദി കാര്യങ്ങളെ കൊണ്ട് റബീഉൽ അവ്വൽ പ്രത്യേകമായിട്ട് ആചരിക്കൽ സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ബുഖാരിയുടെ മുസ്ലിമിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു ലത്വായിഫുൽ മആരിഫിലൂടെയും അതേ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന എന്ന് തുടങ്ങുന്ന ആയത്തും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹവും സുന്നത്താന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ അൽ ഹാവിലിൽ ഫതാവയിൽ സ്വഹീഹായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹവും നബിദിനാഘോഷം പ്രത്യേകമായി കൊണ്ടാടൽ
സുന്നത്താണെന്ന് പറയുന്നു. അപ്പൊ 4 ഇമാമിയങ്ങളും ഹദീസും ആയത്തും വിശദീകരിച്ചുകൊണ്ടാണ് നബിദിനാഘോഷം റബീഉൽ അവ്വലിൽ പ്രത്യേകമായി കൊണ്ടാടൽ സുന്നത്ത് എന്ന് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് ഹറാം എന്നാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒന്നാമതായി ചോദിക്കാനുള്ളത്, ഈ ഉദ്ധരിച്ച ഹദീസുകൾ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ ഇമാമിയങ്ങളും ഹറാം പ്രചരിപ്പിച്ചവരാണോ? ഇവരൊക്കെ ഇസ്ലാമിന്റെ പുറത്താണോ? ഇവർ അനിസ്ലാമികം ചെയ്യും ഇസ്ലാമിന്റെ പുറത്താകണ്ടേ? അപ്പൊ ഇവർ റസൂലുള്ളാഹി തങ്ങളും ആ റസൂലുള്ളാഹിന്റെ ഹദീസ് വ്യാഖ്യാനിച്ചവരും ഹറാം പ്രവർത്തിച്ചവരാണോ? ഉത്തരം: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അൻബിയാൽ മുർസലീൻ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم أعني ولا تعن علي وامكر لي ولا تمكر علي وانصرني على من بغى علي. اللهم أجب دعوتي واحسن حوبتي وثبت حجتي واهدي قلبي وسدد لساني واسلل سخيمة صدري. اللهم رب جبرائيل وميكائيل وإسرافيل فاتر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. وقال تعالى اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. وقال النبي صلى الله عليه وسلم من أحدث في أمرنا هذا ما ليس منه فهو رد. وقال ابن عباس ما أتى على الناس عام إلا أحدثوا بدعة وأماتوا فيه سنة حتى تحيا البدع وتموت السنن. സഹോദരന്മാരെ, നമ്മുടെ സംവാദം വളരെയധികം തന്നെ തുടങ്ങിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ സഹോദരൻ നമ്മുടെ ഹുസൈൻ സഖാഫി 4 ഇമാമിങ്ങളുടെ ഇബാറത്തുകളാണ്, ഇബാറത്തിട്ടിട്ടില്ല, ഇങ്ങനെ പറഞ്ഞു എന്ന നിലക്ക് കൊണ്ടുവന്നു. എന്തായാലും ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ബിദ്അത്ത്, ഇവിടെ ശറഇലെ ബിദ്അത്ത് എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ഈ ശറഇലെ ബിദ്അത്ത് എന്നുള്ളത് വ്യക്തമായി തന്നെ ആദ്യം പഠിക്കാം. കാരണം എന്തായാലും ഇതിന്ന് ഈ സംവാദങ്ങളിലെങ്കിലും നമ്മുടെ ഹുസൈൻ സഖാഫി ബിദ്അത്ത് എന്താണെന്നും അതുപോലെ തന്നെ ശറഇലെ ബിദ്അത്ത് തന്നെയാണോ ഇതെന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ആദ്യം അദ്ദേഹം പഠിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ബിദ്അത്ത് എന്താണെന്നുള്ളത് വ്യക്തമായി തന്നെ തഅരീഫ് നൽകിക്കൊണ്ട് ഇനി ആ തഅരീഫിൽ ഇത് പെടുവോ പെടിയില്ലേ എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നു നോക്കാം. وعن معمر وابن طاووس عن أبيه قال قال رسول الله صلى الله عليه وسلم لا تتخذوا شهرا عيدا ولا يوما عيدا. നിങ്ങൾ ഒരു ദിവസം അതുപോലെ തന്നെ ഒരു മാസം ആഘോഷമാക്കരുത്, കേട്ടോ, ആഘോഷമാക്കരുത്. ഇതിന്റെ അർത്ഥം എന്താണ്? വഅസ്ലു ഹാസ, ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നഹു ലാ യുശ്റഉ യത്തഖിദൽ മുസ്ലിമൂന ഈദാ ഇല്ലാ മാ ജാഅത് ശരീഅത്തു ബിത്തിഖാസി ഈദാ. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിമീങ്ങൾക്ക് ശരീഅത്തിൽ അനുവദിച്ച കാര്യങ്ങളല്ലാതെ വേറൊരു കാര്യം അവർ ആഘോഷമായി ശരീഅത്തിൽ കൊണ്ടുവരാൻ പാടില്ല. അത് എന്തൊക്കെയാണ് കേട്ടുള്ളൂ? വഹവ യൗമുൽ ഫിത്ർ, അത് യൗമുൽ ഫിത്ർ ആണ്. ഓക്കെ. വയൗമുൽ അദ്ഹ വഅയ്യാമുത് തശ്രീഖ് വഹിയ അയാദുൽ ആം, അത് കൊല്ലത്തിലുള്ള ആഘോഷങ്ങൾ മുസ്ലിമീങ്ങൾ ശറഇൽ. വയൗമുൽ ജുമുഅത്തി വഹുവ ഈദുൽ ഉസ്ബു, ഇത് ജുമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിമീങ്ങളുടെ ആഴ്ചയിലുള്ള ആഘോഷം. വമാ അദ, നീ കേട്ടോ, വമാ അദ ദാലിക വത്തിഹാദു ഈദ വമൂസിമ ബിദ്അത്തുൻ ലാ അസ്ല ലഹു ഫി ശരീഅത്തി. ഇനി ആരെങ്കിലും ഈ പറയപ്പെടുന്നല്ലാതെ ഏതെങ്കിലും ഒരു ആഘോഷം, നബിദിനാഘോഷമാകട്ടെ അതല്ലാതെ ആഘോഷമാകട്ടെ, കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലാ അസ്ല ലഹു. ഇനി നിങ്ങൾ പറയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം ലതായിഫുൽ മആരിഫിൽ റബീഉൽ അവ്വൽ നടത്താം എന്നുള്ളത് ഇബ്നു റജബ് അൽ ഹംബലി നിന്നും കൊണ്ടുവരണം, തെളിയിക്കണം. വെറുതെ തൊള്ള പറയി പറഞ്ഞ പോലെ. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നു നോക്കാം. وعن معمر وابن طاووس عن أبيه قال قال رسول الله صلى الله عليه وسلم لا تتخذوا شهرا عيدا ولا يوما عيدا. നിങ്ങൾ ഒരു ദിവസം അതുപോലെ തന്നെ ഒരു മാസം ആഘോഷമാക്കരുത്, കേട്ടോ, ആഘോഷമാക്കരുത്. ഇതിന്റെ അർത്ഥം എന്താണ്? വഅസ്ലു ഹാസ, ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നഹു ലാ യുശ്റഉ യത്തഖിദൽ മുസ്ലിമൂന ഈദാ ഇല്ലാ മാ ജാഅത് ശരീഅത്തു ബിത്തിഖാസി ഈദാ. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിമീങ്ങൾക്ക് ശരീഅത്തിൽ അനുവദിച്ച കാര്യങ്ങളല്ലാതെ വേറൊരു കാര്യം അവർ ആഘോഷമായി ശരീഅത്തിൽ കൊണ്ടുവരാൻ പാടില്ല. അത് എന്തൊക്കെയാണ് കേട്ടുള്ളൂ? വഹവ യൗമുൽ ഫിത്ർ, അത്
യൗമുൽ ഫിത്റാണ്. ഓക്കെ, വയൗമുൽ അദ്ഹ വഅയ്യാമുത് തശ്രീഖ് വഹിയ അഇയാദുൽ ആം, അത് കൊല്ലത്തിലുള്ള ആഘോഷങ്ങൾ മുസ്ലിമീങ്ങൾ ശറയിൽ. വയൗമുൽ ജുമുഅത്തി വഹുവ ഈദുൽ ഉസ്ബു, ഇത് ജുമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിമീങ്ങളുടെ ആഴ്ചയിലുള്ള ആഘോഷം. വമാ അദ, നീ കേട്ടോ, വമാ അദ ദാലിക വത്തിഹാദു ഈദ വമൂസിമ ബിദ്അത്തുൻ ലാ അസ്ല ലഹു ഫി ശരീഅത്തി. ഇനി ആരെങ്കിലും ഈ പറയപ്പെടുന്നല്ലാതെ ഏതെങ്കിലും ഒരു ആഘോഷം, നബിദിനാഘോഷമാകട്ടെ അതല്ലാതെ ആഘോഷമാകട്ടെ, കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലാ അസ്ല ലഹു. ഇനി നിങ്ങൾ പറയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം ലതായിഫുൽ മആരിഫിൽ റബീഉൽ അവ്വൽ നടത്താം എന്നുള്ളത് ഇബ്നു റജബ് അൽ ഹംബലിയിൽ നിന്നും കൊണ്ടുവരണം, തെളിയിക്കണം. വെറുതെ തൊള്ളപടായി പറഞ്ഞ പോലെ. തൊള്ളപടായി മൗലവിമാരെ പറയുന്നത് മൗലവി പാച്ചക്കള്ളം ഇബ്നു റജബുൽ ഹംബലിയുടെ മേൽ പറയുകയോ മേലയിട്ട ഇബാറത്ത് കണ്ണുണ്ടെങ്കിൽ തുറിച്ചു നോക്കി, ഞാൻ അർത്ഥം വെച്ചു തരാം. വഫീ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ സുഇല അൻ സിയാം യൗമിൽ ഇത്നൈനി ദാക യൗമു ഉലിത്തു ഫീഹി വഉൻസിലത് അലയ്യ ഫീഹി നുബുവ എന്ന ഹദീസ് വിശദീകരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇശാറത്തുൻ ഇല ഇസ്തിഹ്ബാബി സിയാമിൽ അയ്യാമില്ലതി തതജദ്ദദു ഫീഹാ നിഅമുല്ലാഹി അലാ ഇബാദിഹി. അല്ലാഹുവിന്റെ അടിമകളുടെ മേലിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പുതുതായി വരുന്ന ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താണ്. ഇവിടെ നോമ്പെടുക്കൽ സുന്നത്താണ്. ഫഇന്ന അഅ്ളമ നിഅമില്ലാഹി അലാ ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിന് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ഇൽഹാറു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെളിവാക്കിയതാണ് ലഹും ആ ഉമ്മത്തികൾക്ക്. വബിഅസതുഹു വഇർസാലുഹു ഇലൈഹിം, അതാര് പറഞ്ഞു? കമാ ഖാല തആല ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. ഈ ഇബാറത്ത് കാണാത്തതാണോ? അതല്ല കണ്ടിട്ട് മൂടിവെച്ചതാണോ? അതിന്റെ പുറമെ ലത്വായിഫുൽ മആരിഫ് മാത്രമല്ല ഞങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇബ്നുൽ ഹാജിന്റെ ഇബാറത്ത് എന്തേ നിങ്ങൾ തൊടാത്തത്? അതുപോലെ തന്നെ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാറത്ത് എന്താ നിങ്ങൾ തൊടാത്തത്? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാറത്ത് എന്താ നിങ്ങൾ തൊടാത്തത്? പിന്നെ ബിദ്അത്തിനെ കുറിച്ച് ചങ്ങാതി ചോദ്യത്തിന് മറുപടി തരാനല്ലേ സുഹൈൽ അന്നവിടെ കൊണ്ടുവന്നത്? തൊള്ളേ തോന്നിയ പറയാനാ? അത് മുജാഹിദിന്റെ ആഫീസില് ഞാൻ ചോദിച്ചതിന് ഇപ്പൊ മറുപടി തരാം. ബിദ്അത്ത് നിങ്ങൾ കുറച്ച് ബിദ്അത്തും പലതും അങ്ങോട്ട് നിന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടാവുന്നല്ലാതെ അതൊക്കെ ഇങ്ങോട്ട് ചോദിച്ചോ. ഞങ്ങൾ ചോദിച്ചതിന് മറുപടി തരാതെ ലത്വായിഫുൽ മആരിഫിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും. ലത്വായിഫുൽ മആരിഫ് എഴുതിയ ആളാരെന്നറിയുമോ? ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു. അത് ഞങ്ങളെ മുത്താണ്. അദ്ദേഹം അവിടെ എഴുതി എന്താ ഞങ്ങൾക്കറിയാം. ഈദാക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം തൊട്ട് താഴെ വരുന്നുണ്ട്. നിങ്ങൾ ചോദിക്കണം. അപ്പൊ ഒരേ കിതാബിൽ തന്നെ സന്തോഷിക്കണമെന്നും പറഞ്ഞു, പിന്നെ സന്തോഷിക്കണ്ടെന്നും പറഞ്ഞു. എന്ന മുജാഹിദിന്റെ ഒരു വൈരുദ്ധ്യം അറിയുന്ന ആളാണ് ഇബ്നു റജബുൽ ഹംബലി. ആണോ? കിതാബ് കാണിച്ചു തരാൻ പറ്റുമോ? കിതാബ് കാണിച്ചു തരാൻ പറ്റുമോ? കണ്ടില്ലേ? ഇതിനൊക്കെ മറുപടി പറ ചങ്ങാതി, ഇതിനൊക്കെ മറുപടി പറയും. നിങ്ങൾ അവിടെ പറഞ്ഞു റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ടാകാൻ പാടില്ല എന്ന് ശറഈൽ തെളിവില്ല, അത് പുത്തനാശയമാണ്, ശറഈലെ ബിദ്അത്താണ്. ഇവിടെയോ പിന്നെ ബിദ്അത്തുമ കടക്കുകയാണ് ചങ്ങാതി. ഇബ്നു ഹജറുൽ അസ്ഖലാനിയെ കുറിച്ച് മിണ്ടിയോ? സുയൂത്തിയെ കുറിച്ച് മിണ്ടിയോ? അവരൊക്കെ അനിസ്ലാമികത്തിന് കൂട്ടുനിന്നവരാണോ? അവരൊക്കെ ഹറാമിന് കൂട്ടുനിന്നവരാണോ? ധൈര്യമുണ്ടെങ്കിൽ പറ മൗലവിയും, എന്താ സുയൂത്തിയെ തൊടാത്തത്? എന്താ അസ്ഖലാനി ഇമാമിനെ തൊടാത്തത്? എന്താണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജിനെ തൊടാത്തത്? എന്താ നിങ്ങൾ തൊടാത്തത്? പാച്ച കള്ളം ഇമാമിങ്ങളെ മേലിൽ വെച്ച് കെട്ടുന്ന ആരാന്ന് മനസ്സിലായോ? ഇബാറത്ത് കണ്ണ് തുറിച്ചു വായിച്ച് പഠിച്ചു മറുപടിതാ. പിന്നെ ബിദ്അത്ത് അത് പിന്നെ ചർച്ച ചെയ്യാം. മുസ്ലിയാരെ, ഇവിടെ ബിരിയാണി കഴിക്കാതെ തെളിവേണ്ടത് നോമ്പെടുക്കാനല്ല. ഇവിടെ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ നിങ്ങളുടെ വാദം എന്താണെന്നറിയോ? റബീഉൽ അവ്വൽ മാസം പ്രത്യേകമാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിന ആഘോഷം, നോമ്പെടുക്കലല്ല, ജന്മദിനാഘോഷം. റബീഉൽ അവ്വൽ എവിടെ? റബീഉൽ അവ്വൽ തൈൽ മാരിഫിൽ എവിടെയാണ്? തൈൽ മാരിഫിൽ റബീഉൽ അവ്വൽ എവിടെയാണ് ജന്മദിനാഘോഷം? പറയണം നിങ്ങൾ. എന്നിട്ടോ ഞാൻ അതേ കിതാബിൽ തന്നെ ലതായിഫുൽ മആരിഫിൽ വ്യക്തമായി തന്നെ പറഞ്ഞു. എന്ത് പറഞ്ഞെന്നറിയോ? അടിസ്ഥാനപരമായിട്ട് ആഘോഷങ്ങൾ ഹറാമാണ്.
അടിസ്ഥാനപരമായിട്ട് ആഘോഷങ്ങൾ ഹറാമാണ്. വസ്ലു ഹാദാ ലാ യുശ്റഉ അൻ യത്തഖിദൽ മുസ്ലിമൂന ഈദ ഇല്ലാ മാ ജാഅത്തി ശരീഅത്തു ബിത്തിഖാസി ഈദ. അടിസ്ഥാനപരമായി ഇസ്ലാമിൽ ആഘോഷങ്ങൾ ഹറാമാണ് എപ്പോഴല്ലാതെ ആ കാര്യങ്ങൾ വ്യക്തമായി ശരീഅത്തിൽ വരുന്നതല്ലാതെ. ഏതൊക്കെയാണത്? വഹുവ യൗമുൽ ഫിത്രി, അത് യൗമുൽ ഫിത്റാണ്. വയൗമുൽ അദ്ഹ, അത് എന്താണ്? യൗമുൽ അദ്ഹാണ്. വഅയ്യാമുത് തശ്രീഖ്, കഴിഞ്ഞു കൊല്ലങ്ങളിലുള്ള ആഘോഷം കഴിഞ്ഞു. വഹിയ അയ്യാമുൽ ആം, അത് കൊല്ലങ്ങളിലുള്ള ആഘോഷം. ഇനി വയൗമുൽ ജുമുഅത്തി, അത് എന്താണ്? വഹുവ ഈദുൽ ഉസ്ബു, ആഴ്ചയിലുള്ള ആഘോഷം. വമ, നീ കേട്ടോ വമ അദാ ദാലിക വത്തിഹാദു ഈദ വമൂസിമ, ഇതല്ലാതെ ആരെങ്കിലും ഒരു ആഘോഷം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബിദ്അത്തുൻ, ബിദ്അത്തുൻ, ബിദ്അത്താണ്. അടിസ്ഥാനപരമായിട്ടോ ലാ അസ്ല ലഹു ഫി ശരീഅത്തി. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നു നോക്കാം. وعن معمر وابن طاووس عن أبيه قال قال رسول الله صلى الله عليه وسلم لا تتخذوا شهرا عيدا ولا يوما عيدا. നിങ്ങൾ ഒരു ദിവസം അതുപോലെ തന്നെ ഒരു മാസവും ആഘോഷമാക്കരുത്, ആഘോഷം ആക്കരുത് കേട്ടോ, ആഘോഷമാക്കരുത്. ഇതിന്റെ അർത്ഥം എന്താണ്? വഅസ്ലു ഹാദാ, ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നഹു ലാ യുശ്റഉ അൻ യത്തഖിദൽ മുസ്ലിമൂന ഈദ ഇല്ലാ മാ ജാഅത്ത് ശരീഅത്തു ബിത്തിഖാസി ഈദ. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിമീങ്ങൾക്ക് ശരീഅത്തിൽ അനുവദിച്ച കാര്യങ്ങളല്ലാതെ വേറൊരു കാര്യം അവർ ആഘോഷമായി ശരീഅത്തിൽ കൊണ്ടുവരാൻ പാടില്ല. അത് എന്തൊക്കെയാണ് കേട്ടുള്ളൂ? വഹവ യൗമുൽ ഫിത്ർ, അത് യൗമുൽ ഫിത്റാണ്. ഓക്കെ. വയൗമുൽ അദ്ഹ വഅയ്യാമുത് തശ്രീഖ് വഹിയ അയ്യാദുൽ ആം, അത് കൊല്ലത്തിലുള്ള ആഘോഷങ്ങൾ മുസ്ലിമീങ്ങൾ ശറയിൽ. വയൗമുൽ ജുമുഅത്തി വഹുവ ഈദുൽ ഉസ്ബു, ഇത് ജുമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിമീങ്ങളുടെ ആഴ്ചയിലുള്ള ആഘോഷം. വമാ അദ, നീ കേട്ടോ, വമാ അദ ദാലിക വത്തിഹാദു ഈദ വമൂസിമ ബിദ്അത്തുൻ ലാ അസ്ല ലഹു ഫി ശരീഅത്തി. ഇനി ആരെങ്കിലും ഈ പറയപ്പെടുന്നല്ലാതെ ഏതെങ്കിലും ഒരു ആഘോഷം, നബിദിനാഘോഷമാകട്ടെ അതല്ലാതെ ആഘോഷമാകട്ടെ, കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലാ അസ്ല ലഹു. ഇനി നിങ്ങൾ പറയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം ലതായിഫുൽ മആരിഫിൽ റബീഉൽ അവ്വൽ നടത്താം എന്നുള്ളത് ഇബ്നു റജബ് അൽ ഹംബലി നിന്നും കൊണ്ടുവരണം, തെളിയിക്കണം. വെറുതെ തൊള്ള പറയി പറഞ്ഞ പോലെ. ഒന്നുകൂടി കേട്ട് മുസ്ലിയാരെ. وأصل هذا أنه لا يشرع أن يتخذ المسلمون عيدا إلا ما جاءت الشريعة باتخاذ عيدا. ഇവിടെ ആഘോഷമാണ് തർക്കം, അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നോമ്പ് നോക്കുന്നു എന്നുള്ള അടിസ്ഥാനമോ ഇവിടെ തർക്കമല്ല. നബി സല്ലല്ലാഹു ജനിച്ച നിഅമത്താണെന്നുള്ളത് തർക്കമില്ല. തർക്കം നിങ്ങളുടെ ആഘോഷം, നിങ്ങൾ ആ ബിരിയാണി വെക്കലൊക്കെയാണ്. അതിന് നിങ്ങൾ ഇബ്നു റജബ് അൽ ഹംബലിയുടെ ഇബാറത്ത് ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിച്ചെങ്കിൽ നിങ്ങളെ വിടുന്ന പ്രശ്നമില്ല. പറയൂ, വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നു, ഇതല്ലാതെ യൗമുൽ ഫിത്റും യൗമുൽ അദ്ഹയും അയ്യാമുത് തശ്രീഖും അതുപോലെ യൗമുൽ ജുമുഅ അല്ലാതെ ആരെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലാ അസ്ല ലഹു, ലാ അസ്ല ലഹു ഫി ശരീഅത്തി, ശരീഅത്തിൽ ഒരു അസ്ലുമില്ല. നിങ്ങൾ പറയണം. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇബ്നു റജബ് ഹംബൽ നിങ്ങൾ ആശയക്കാരാക്കിയത് നിങ്ങൾ പറയണം. മൗലവി സുഹൈലെ, നിങ്ങൾ പെട്ടു. നിങ്ങൾ പെടാൻ വേണ്ടി തന്നെയാണ് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന. അതിന്റെ താഴെ ഞാൻ മനഃപൂർവ്വം ഇടാത്തതാണ്. ദാ താഴെ വായിച്ചോ. അവിടെ എന്ത് മാത്രമല്ല, നോമ്പ് മാത്രമല്ല, വഹുവ മിൻ ബാബി മുഖാബല, അവിടെ ശുക്ർ എടുക്കണമെന്നാ പറയുന്നത്. എന്താ ഈ ശുക്ർ കൊണ്ടുള്ള ഉദ്ദേശം? നോമ്പ് മാത്രമാണോ? ബഹുമാനപ്പെട്ടവരുടെ നോമ്പ് മാത്രം പറഞ്ഞു. പിന്നെ ശുക്ർ കൊണ്ടുള്ള ഉദ്ദേശം എന്തെന്ന് ലോകത്ത് ആർക്കും തർക്കമില്ലാത്ത, നിങ്ങൾ പോലും അൽ ഹാഫിദ് ഇമാമുൽ ഹുഫാദ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ടവർ ലതായിഫുൽ മആരിഫിൽ പറഞ്ഞു ശുക്ർ കൊടുക്കണം, ശുക്ർ ചെയ്യണം. എന്തൊക്കെയാണ് ആ ശുക്ർ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ആ ശുക്റിനെ വിശദീകരിക്കുന്നത് കണ്ടോ മൗലവി? കണ്ണുകൊണ്ട് കാണണം. ശുക്ർ എന്ന് പറഞ്ഞാൽ നോമ്പ് മാത്രമല്ല മൗലവി, ശുക്ർ എന്ന് പറഞ്ഞാൽ നോമ്പ് മാത്രമല്ല. പഠിച്ചോ, ദാ പഠിച്ചൂട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, വശുക്റു ലില്ലാഹി യഹ്സുലു ബി അൻവാഇൽ ഇബാദത്തി കസ്സുജൂദി വസ്സിയാമി വസ്സദഖത്തി വത്തിലാവ.
ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്, ശുക്ർ എന്ന് പറഞ്ഞാൽ നോമ്പിലൂടെ മാത്രമല്ല സുജൂദിലൂടെ കേട്ടും വസ്സദഖത്തി, പോത്തറച്ചു കൊടുക്കാം, മാട്ടറച്ചു കൊടുക്കാം, അതുപോലെ തന്നെ മൂരിറച്ചു കൊടുക്കാം, നെച്ചോറ് കൊടുക്കാം, ബിരിയാണി കൊടുക്കാം, മിഠായി കൊടുക്കാം, പനിനി എല്ലാ വെള്ളവും കൊടുക്കാം. അത് സ്വതക്കയിലൂടെയും കിട്ടും. ഖുർആൻ പാരായണത്തിലൂടെയും കിട്ടുമെന്നും ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി. ഞങ്ങൾ ചോദിച്ചത് മൗലവി എന്തിനാ മൂടി വെക്കുന്നത്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി നിങ്ങൾ തൊടാത്തത് എന്താ? വെറും ലത്വായിഫുൽ മആരിഫിൽ മാത്രം കിടക്കുന്നത് എന്താ? ലത്വായിഫിൽ തന്നെ കുടുങ്ങിപ്പോയി നിങ്ങൾ. എന്താ അസ്ഖലാനിയുടെ ഇബാറത്ത് തൊടാത്തത്? എന്താ ഇബ്നുൽ ഹാജിന്റെ ഇബാറത്ത് തൊടാത്തത്? എന്താണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയുടെ ഇബാറത്ത് തൊടാത്തത്? പിന്നെ മൗലവി പൊട്ടത്തരം ചോദിക്കുകയാണ്, എപ്പോഴാണ് നബി തങ്ങൾ ജനിച്ചതെന്ന് ലത്വായിഫുൽ മആരിഫിൽ റബീഉൽ അവ്വൽ എന്ന് കാണിച്ചു തരുമെന്നാ ചോദിക്കുന്നത്. എടുക്കൂ നിങ്ങളെ തുഹ്ഫത്തുൽ അഹ്വദി, നിങ്ങളെ നേതാവാണല്ലോ മുബാറക് ഫൂരി, അയാളെ തുഹ്ഫത്തുൽ അഹ്വദിയിൽ കാണാം. എല്ലാവരും ഏകോപിച്ചിരിക്കുന്നു, നബി തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വലിൽ തന്നെ, നബി തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വലിൽ തന്നെ എന്നുള്ളതിന് ഇത്തിഫാഖുണ്ട്. അപ്പൊ ആ ജനിച്ച ആയത്ത് ഹദീസ് വിശദീകരിച്ചുകൊണ്ടാണ്, ഫീഹി ഉലിത്തു എന്നത് വിശദീകരിച്ചുകൊണ്ടാണ് ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയുന്നു നന്ദി രേഖപ്പെടുത്തണം, മുഖാബലത്തു നിഅമിന് നന്ദി രേഖപ്പെടുത്തണം. ആ നന്ദിയാണെങ്കിലോ സ്വതക്കയിലൂടെ പറ്റുമെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി. തിലാവത്തിലൂടെ പറ്റും, നോമ്പിലൂടെ പറ്റും, സുജൂദിലൂടെ പറ്റും. നിങ്ങൾ ഇബ്നു ഹജറിനെ തള്ളുമോ അതോ കൊള്ളുമോ? നിങ്ങൾ ത്വായിഫുൽ മആരിഫിൽ എവിടെയാ റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞത്? റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ഇത്തിഫാഖുള്ള സംഗതിയാണ്. നബി തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വലിലാണെന്ന് തർക്കമില്ല. റബീഉൽ അവ്വലിൽ ഏത് ദിവസത്തിലാണെന്ന് ആ തർക്കമുള്ളത്. റബീഉൽ അവ്വലിലാണ് നബി തങ്ങൾ ജനിച്ചതെന്ന് ലോകത്ത് ഒരാൾക്കും തർക്കമില്ല. അൽഹംദുലില്ലാ, 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 അല്ലാഹു അക്ബർ. പെട്ടതാരാണ് മക്കളെ? എന്തുകൊണ്ട് ഇബ്നു റജബ് അൽ ഹംബലിയുടെ ഈ ഭാഗത്ത് മാറ്റിയിട്ട് ഇപ്പൊ ഇബ്നു ഹജർ അസ്ഖലാനിക്ക് ചാടിയത്? മോനെ സഖാഫി, എന്റെ ലതായിഫുൽ മആരിഫിൽ നിങ്ങൾക്ക് റബീഉൽ അവ്വൽ മാസം കിട്ടുന്നില്ലാലേ, അതുപോലെ നബിദിനാഘോഷം കിട്ടുന്നില്ലാലേ, നിങ്ങൾ ഈ തിന്ന ബിരിയാണി പോത്തിറച്ചിയൊക്കെ കിട്ടുന്നില്ലാലേ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഇബ്നു ഹജർ അസ്ഖലാനി ചാടി. അല്ല, ചാടാൻ നിങ്ങളെ കൊണ്ട് ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ നന്നായി ചാടുന്നെങ്കിൽ നിനക്കറിയാം, പക്ഷെ നിങ്ങളെ കൊണ്ട് ഞാൻ സമ്മതിക്കില്ല. പറ വ്യക്തമായി തന്നെ. ഇബ്നു റജബ് അൽ ഹംബലി റഹ്മഹുല്ലാഹ് അദ്ദേഹം ആഘോഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ആരെങ്കിലും ഇതല്ലാതെ ആരെങ്കിലും ഇതല്ലാതെ ഒരു കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, എന്തിന്? ആഘോഷത്തിന് പോത്ത് ബിരിയാണി തിന്നാനും അതുപോലെ തന്നെ നിങ്ങൾ ഈ അക്കാലും പത്താലും ഉണ്ടല്ലോ, ആ പറഞ്ഞ പോലുള്ള ആൾക്കാർ ആഘോഷം കഴിക്കാൻ ആരെങ്കിലും ഇതല്ലാതെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബിദ്അത്തുൻ ലാ അസ്ല ലഹു ഫിശ്ശരീഅത്തി എന്ന് വ്യക്തമായി തന്നെ ലതായിഫുൽ മആരിഫിൽ ഇബ്നു റജബ് അൽ ഹംബലി പറഞ്ഞപ്പോ നിങ്ങൾ തൊടുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്തു? ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്നത് ശുക്ർ ചെയ്യണം, നിഅമത്താണ് എന്നുള്ളത് അതിൽ തർക്കമില്ല. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ് പെട്ടു, എന്നിട്ടോ നിങ്ങളാണ് പെട്ടത്. എന്തുകൊണ്ട് ഇബ്നു അസ്ഖലാനിക്ക് ചാടി? നിങ്ങൾ ചാടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പറ, ഇബ്നു റജബ് അൽ ഹംബലിയുടെ പേരിൽ നിങ്ങൾ പച്ച കള്ളം നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. എവിടെയാണ് ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹ് നബിദിനാഘോഷം റബീഉൽ അവ്വലിൽ പ്രത്യേകമാക്കിക്കൊണ്ട് ചെയ്യാമെന്നുള്ളതിന് എവിടെ തെളിവ്? നിങ്ങൾക്ക് ആഘോഷം കഴിക്കാൻ, നിങ്ങൾക്ക് അതുപോലെ തന്നെ കാര്യങ്ങൾ കഴിക്കാൻ ഇബ്നു റജബ് അൽ ഹംബലിയുടെ ഇബാറത്ത് ദുർവ്യാഖ്യാനിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് സമ്മതിക്കില്ല. നിങ്ങൾ അടിസ്ഥാനം എവിടെയെന്നറിയോ? വ്യക്തമായി തന്നെ ഫാഖിഹാനി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? ഇതിന്റെ അടിസ്ഥാനം, ഇതിന്റെ തുടക്കം ബൽ ഹുവ ബിദ്അത്തുൻ, ഇത് ബിദ്അത്താണ്, അഹദസഹൽ ബത്താലൂൻ അഥവാ ബാത്തിനിയാക്കൾ, നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്മാരായ ഷിയാക്കൾ, വശഹവതി നഫ്സി ഇഅ്തനാ ബിഹൽ അക്കാലൂൻ, തീറ്റ പണ്ടാരങ്ങളാണ് ഇതിന്റെ തുടക്കം. അപ്പോ അങ്ങനെയുള്ള ആളുകളൊക്കെ ലതായിഫുൽ മആരിഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം റബീഉൽ അവ്വൽ പ്രത്യേകമാക്കിക്കൊണ്ട് ഇബ്നു റജബ് അൽ ഹംബലി ചെയ്യാമെന്നത് പച്ച കള്ളമാണ് മുസ്ലിയാരെ. നിങ്ങൾ അത് നീക്കണം, നിങ്ങൾ സമ്മതിക്കണം. അങ്ങനെ ഒരു ഇബാറത്ത് അങ്ങനെ ഇല്ല. നിങ്ങളുടെ ആശയം ഇബ്നു റജബ് അൽ ഹംബലിക്കില്ല. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇബ്നുൽ ഹാജി റഹ്മത്തുള്ളാഹി എന്ത് പറഞ്ഞു എന്ന് ഞാൻ പറയും, അതുപോലെ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി എന്ത് പറഞ്ഞു എന്ന് പറയും. നിങ്ങളെ ചാടാൻ വിടില്ല മുസ്ലിയാരെ. നിങ്ങളെ പലർക്കും ചാടുമെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങളെ ഞാൻ വിടില്ല. നിങ്ങൾ പറയണം വ്യക്തമായി തന്നെ. ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു എന്ത്? വഅസ്ലു ഹാദ അന്നഹു ലാ യുശ്റഉ യത്തഖിദൽ മുസ്ലിമൂന ഈദ. ഇവിടെ ആഘോഷം
ജന്മദിനാഘോഷം, ശർഇലെ ജന്മദിനാഘോഷം, അങ്ങനെ ഒരു കാര്യം ഇല്ല. മനസ്സിലാക്കിയോ? അങ്ങനെ ഒരു കാര്യം ശരീഅത്തിൽ ഈ പറഞ്ഞ ആഘോഷങ്ങളല്ലാതെ ഒന്നും തന്നെ ഇല്ല. എന്താണിതൊക്കെ? യൗമുൽ ഫിത്രി, വയോമുൽ അദ്ഹ, വയ്യാമുത്ത തശ്രീഖ്, ഇതാണ് മുസ്ലിമീങ്ങൾക്ക് കൊല്ലങ്ങളില്ല ശരീഅത്തിലെ ആഘോഷം. വഹിയ അയാദുൽ ആം, അതേ കിതാബുകളിൽ നിന്നും നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ ഞാൻ 3-4 പ്രാവശ്യം ഇത് വായിക്കുന്നു, എന്നിട്ടും അതിന് തൊടാതെ നിങ്ങൾ എന്തിനെ വത്തിലേക്ക് ചാടുന്നു? എന്നിട്ടോ അദ്ദേഹം പറയുന്നു, ഇതല്ലാതെ ആരെങ്കിലും ഇതല്ലാതെ ആരെങ്കിലും ജന്മദിനാഘോഷമാകട്ടെ, വേറെ എന്താഘോഷമാകട്ടെ, ശരീഅത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ഈദാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് വ്യക്തമായി തന്നെ ബിദ്അത്താണ്, ഒരു അടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് നിങ്ങളുടെ ആശയമാണെന്നുള്ളത് വരുത്തി തീർക്കാൻ നിങ്ങളുടെ കുതന്ത്രം നടക്കില്ല. നിങ്ങൾ അത് പിൻവലിക്കണം. നിങ്ങൾ വ്യക്തമായി തന്നെ പറയണം ഇബ്നു റജബ് അൽ ഹംബലിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ല എന്ന്. ഇന്നലെ ഇൻഷാ അല്ലാഹ് മറ്റ് ഇബാറത്തിലേക്ക് ഞാൻ വരും. നോക്കിക്കോ, അടുത്ത നിങ്ങളെ കൊണ്ട് ഇബ്നുൽ ഹാജിന്റെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസമല്ല ഞാൻ പറയിപ്പിക്കും. നോക്കിയിരുന്നോ? പക്ഷെ ഇതാദ്യം പിൻവലിക്കണം. ഈ പൊട്ടം മൗലവിയുടെ പൊട്ടത്തരത്തിന് അറുതി വരുന്നില്ലല്ലോ റഹ്മാനേ. ബഹുമാനപ്പെട്ട ഇബ്നു റജബ് അൽ ഹംബൽ പറഞ്ഞിട്ടില്ലാന്നോ? എന്റെ മാന്യ ശ്രോതാക്കൾ മുകളിലത്തെ ഇബാറത്ത് വായിച്ച സുഹൈൽ പഠിപ്പിച്ചു കൊടുക്കുകയും വഫീ ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൗലിലുണ്ട്, ലമ്മാ സുഇല അൻ സിയാമി യൗമിൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിവസത്തിലെ നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞ ദാക യൗമു ഉലിത്തു ഫീഹി, ഞാൻ അതിൽ ജനിച്ച ദിവസമാണ് മക്കളെ, ജനിച്ച ദിവസമാണ് മക്കളെ, ജനിച്ച ദിവസമാണ് മക്കളെ. അപ്പൊ ജനിച്ചു എന്നത് കൊണ്ടാണ് ആ ദിനത്തിന് പവർ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു റജബ് അൽ ഹംബൽ പറഞ്ഞില്ലേ സുഹൈൽ? വിവരമില്ലാതെ കാരണം അത് ആപ്പീസി കൂടെ പറഞ്ഞാ പോരെ? ജനിച്ചത് കൊണ്ട് മഹത്വം കിട്ടിയെന്നായില്ലേ? എന്നാൽ പിന്നെ ആ ജനിച്ചത് എന്നാ പറ, ആ ജനിച്ചത് എന്നാണെന്ന് തുഹ്ഫത്തുൽ അഹ്വദി കൊണ്ട് ഞാൻ ഇബാറത്ത് സഹിതം പറഞ്ഞിട്ട് മിണ്ടിയോ? പിന്നെ ചാടുകയാണ്. നീ എന്തിലേക്ക് ചാടണ്? ഇപ്പൊ ആരാ ചാടണ്? എന്നാ കേട്ടോ, തുഹ്ഫത്തുൽ അഹ്വദിൽ ഇബാറത്ത് എന്നാ ജനിച്ചതെന്നും കൂടെ കേട്ടോ. നിങ്ങളെ നേതാവ് പറയട്ടെ. ഇബ്നു റജബ് അൽ ഹംബൽ പറയുന്നു, ജനിച്ചത് കൊണ്ട് അന്ന് സുന്നത്താക്കപ്പെട്ടു പ്രത്യേകം ശുക്ർ. എന്നാ ജനിച്ചത് കേട്ടോ. മുബാറക് ഫൂരിയുടെ തുഹ്ഫത്തുൽ അഹ്വദി അടുത്ത കിതാബ് കണ്ടുവിടും. പൊട്ടത്തരം പറയൽ കാണിച്ചു കൊടുത്തിട്ടു. മേലയിട്ടിട്ടുള്ള ഇബാറത്ത് തുഹ്ഫത്തുൽ അഹ്വദി പറയുന്നു, ഇത്തഫഖൂ, ഇമാമിങ്ങൾ യോജിച്ചിരിക്കുന്നു, അല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ യൗമൽ ഇത്നൈനി ഫീ ശഹ്രി റബീഉൽ അവ്വൽ, ഫീ ശഹ്രി റബീഉൽ അവ്വൽ, ഫീ ശഹ്രി റബീഉൽ അവ്വൽ. വിവരമില്ലാതെ കടന്ന് പുലമ്പല്ല സുഹൈലേ, നിന്റെ വിവരക്കേട് പൊതുജനങ്ങൾ മനസ്സിലാക്കുകയാണ്. ബഹുമാനപ്പെട്ടവര് പറയുന്നു, റബീഉൽ അവ്വലിൽ ജനിച്ചു എന്നതിൽ ഇത്തിഫാഖുണ്ട്. ഇത്തിഫാഖ് എന്ന് പറയും ഇബ്നു റജബ് അൽ ഹംബലിയും കൂടണ്ടേ? എന്താ ഈ പൊട്ടത്തരം പറയുന്നത്? ഇബ്നു റജബ് അൽ ഹംബലി ദാക യൗമു ഉലിത്തു എന്ന് പറഞ്ഞു. എന്നാ ഉലിത്തു, അതെന്നാ ജനിച്ചത്? അതിൽ ഇത്തിഫാഖുണ്ട്, റബീഉൽ അവ്വലിൽ തന്നെ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നിന്റെ വാദപ്രകാരം നീ പറയുന്നു ബിദ്അത്താണെന്ന് ഇമാം ശാത്തിബി പറഞ്ഞിട്ടുണ്ട്. അല്ല, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന് പവർ ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇമാം ശാത്തിബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചങ്ങാതി, ഇമാം ശാത്തിബിയുടെ ഇബാറത്ത് കേട്ടോട്. ഇമാം ശാത്തിബിയുടെ ഇബാറത്ത് കൂടെ കേട്ടോ. ഇമാമുന ശാത്തിബി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാറത്താണ് ഞാൻ മുകളിലിട്ടത്. ഇത് എന്റെ ഉത്തര സമയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാത്തതാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇബ്നു റജബുൽ ഹംബലിയെ മാത്രം നിങ്ങൾ ചുറ്റിപ്പറ്റി നിന്നു. ഇബ്നു റജബുൽ ഹംബലി പറഞ്ഞ് ജന്മദിനമായതുകൊണ്ട് അന്ന് സന്തോഷിക്കണം, നന്ദി രേഖപ്പെടുത്തണം. അപ്പോഴാണ് പൊട്ടത്തരം മാത്രം പറയുന്ന വഹാബി നേതാവ് എന്നിട്ട് പറയുന്നു, നബി തങ്ങൾ റബീഉൽ അവ്വൽ ഇല്ലല്ലോ, അത് ഇത്തിഫാഖുള്ള വിഷയമെന്ന് തുഹ്ഫത്തുൽ അഹ്വദി ഇട്ട് പറഞ്ഞിട്ട് പോലും അയാൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. വിവരക്കേടോ വഹാബി. പിന്നെ എന്താ ഇബ്നു ഹജർ അസ്കലാനി സുന്നത്ത് എന്ന് പറഞ്ഞില്ലേ? ഇബ്നു ഹജർ അസ്കലാനി ഇസ്ലാം എന്ന് പുറത്താണ്. എന്താ നിങ്ങൾ പറയാത്തത്? ഇമാം സുയൂത്തിയെ കുറിച്ച് എന്താ പറയാത്തത്? ഇബ്നുൽ ഹാജിനെ കുറിച്ച് എന്താ പറയാത്തത്? അവരൊക്കെ സുന്നത്താണെന്ന് പറഞ്ഞു. റബീഉൽ അവ്വലിൽ തന്നെ സുന്നത്താണെന്ന് പറഞ്ഞു. ആചരിക്കല് സുന്നത്താണെന്ന് പറഞ്ഞു. എന്റെ ഒന്നാമത്തെ ചോദ്യമല്ലേ അത്? ഇബ്നു റജബുൽ ഹംബലി വ്യക്തമാക്കി തന്നിട്ടുണ്ടോ? എന്താണ് ഇബ്നുൽ ഹാജിനെ നിങ്ങൾ തൊടാത്തത്? അസ്കലാനി
ബിലാൽ ഇമാമിനെ തൊടാത്തത് അതുപോലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇമാം സുയൂത്തിയെ തൊടാത്തത് അവരൊക്കെ സുന്നത്താണെന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ എന്താ തൊടാത്തത് മൗലവി? നിങ്ങൾ കുടുങ്ങിയത് കൊണ്ട് മാത്രമാണ് അസ്കലാനി നിങ്ങൾ തൊടാത്തത് കേട്ടോ. കരയല്ലേ മുസ്ലിയാരെ, കരയല്ലേ മുസ്ലിയാരെ, കരയല്ലേ മുസ്ലിയാരെ. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇബ്നു റജബ് അൽ ഹംബലിയുടെ ഇബാറത്ത് വായിച്ച് റബീഉൽ അവ്വൽ എവിടെ? ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് വായിച്ചത് നബിയുടെ ആഘോഷം എവിടെ? ഈദ് എവിടെ? പ്രത്യാമാകൾ എവിടെ? സുന്നത്ത് എവിടെ? നിങ്ങൾക്ക് കാണിക്കാൻ ധൈര്യമില്ല. ഇനി കേട്ടോ ഒന്നുകൂടിയും, നിങ്ങൾ ഈ ഇബാറത്ത് തൊടുന്നില്ല. ആരാണ് കുടുങ്ങിയത്? ഇപ്പോ ഇത്തിഫാഖിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ ജനിച്ചു. അതാണ് ഇപ്പൊ തർക്കം. ഞാൻ അതേ കിടക്കട്ടെ ഇൻഷാ അല്ലാഹ്. പക്ഷെ ഇവിടെ എന്താണ്? ഇബ്നു റജബ് അൽ ഹംബലിയുടെ കിതാബ് കൊണ്ടുവന്ന് നിങ്ങൾ കുടുങ്ങി. കേട്ടോ, ഇതിനെ പറ്റി നിങ്ങൾ ഇപ്പോഴും മിണ്ടുന്നില്ല. വഅസ്ലു ഹാദാ, ഇതിന്റെ അടിസ്ഥാനം അന്നഹു ലാ യുശ്റ വയത്തഖിദൽ മുസ്ലിമീങ്ങൾ ആഘോഷം ആക്കാൻ പാടില്ല ഇല്ലാ മാ ജാഅത്ത് ശരീഅത്തു ബിത്തിഹാദിൽ ഈദാ. എന്ത്? ശരീഅത്തിൽ ആഘോഷങ്ങൾ വന്ന കാര്യങ്ങളല്ലാതെ മുസ്ലിമീങ്ങൾ ഖുറാഫികളല്ല, മുസ്ലിമീങ്ങൾ സമസ്തക്കാരല്ല, ആക്കാൻ പാടില്ല എന്ന് ഇബ്നു റജബ് അൽ ഹംബലി പറഞ്ഞിട്ടുണ്ടോ മുസ്ലിയാരെ? ഇതാണ് അതൊക്കെ. വഹുവ യൗമുൽ ഫിത്രി വയൗമുൽ അദ്ഹ വഅയ്യാമുത് തശ്രീഖ്, നിർത്തി കൊല്ലങ്ങൾ ആഘോഷം. വഹിയ അയാദുൽ ആം, അതാണ് കൊല്ലങ്ങളുടെ ആഘോഷം. നിർത്തി. അവിടെ മൗലിദ് ആഘോഷമില്ല, റബീഉൽ അവ്വൽ ഇല്ല. നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. വയൗമുൽ ജുമുഅത്തി വഹുവ ഈദുൽ ഉസ്ബൂ, അതെന്താണ്? അത് ആഴ്ചയിലുള്ള മുസ്ലിമീങ്ങൾ ആഘോഷം. ഇനി വമാ അദാ ദാലിക, ഇതല്ലാതെ നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അങ്ങനെ ആഘോഷമായി മുസ്ലിമീങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബിദ്അത്തുൻ, ദീനിൽ ഇല്ലാത്ത കാര്യം, അനിസ്ലാമികം, ലാ അസ്ല ലഹു ഫി ശരീഅത്തി, ഒരു അടിസ്ഥാനവുമില്ല എന്ന് ഇബ്നു റജബ് അൽ ഹംബലി നിങ്ങൾ കൊണ്ടുവന്ന അതേ ലതായിഫുൽ മആരിഫയിൽ ഉണ്ടോ മുസ്ലിയാരെ? ഉണ്ടോ? ഞാൻ വായിച്ചിട്ട് എന്നെ പ്രതികരിക്കാതെ ഇപ്പൊ നിങ്ങൾക്ക് എന്താണ്? റബീഉൽ അവ്വൽ മാസത്തിൽ തർക്കം ഇത്തിഫാഖ് ഉണ്ടെന്നുള്ളത് തുഹ്ഫത്തുൽ അഹ്വദിൽ ഉണ്ട്. അത്രേ. ഞാൻ ഇത്തിഫാഖ് ഇല്ല എന്നുള്ളത് ഞാൻ കൊണ്ടുവരാം. ഇതാ കേട്ടോ, ഇതാരെ കിതാബ് എന്നറിയോ? ഇത് മുല്ല അലി റഹിമഹുല്ലാ. നിങ്ങളിപ്പോ എന്റെ ഇഖ്തിലാഫിന്റെ വിഷയം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ, എന്നാലും ഞാൻ കുറച്ച് ഇത് കാണുന്നുള്ളൂ. നീ കേട്ടോ, മഷ്ഹൂറായ അഭിപ്രായം അന്നഹു വലിദ ഫീ ശഹ്രി റബീഉൽ അവ്വൽ, മഷ്ഹൂറായ അഭിപ്രായമാണ്. എന്നിട്ടോ ഇബ്നുൽ ജൗസി അൽ-ഇത്തിഫാഖ് അലൈഹി, ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി ഇത്തിഫാഖ് ഉണ്ടെന്ന് പറഞ്ഞു. നിർത്തിയ മുല്ലാൽക റഹ്മത്തുള്ളാഹി ഇല്ല. വഫീഹി നദറുൻ, അതിൽ എന്താണ്? നദറുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത്തിഫാഖ് എന്നുള്ളത് ആ കാര്യം, ആ വാദം എന്നല്ല, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് മുല്ലാലിക റഹ്മത്തുള്ളാഹി പറയുന്നു. ഇനിയും വേണോ അഭിപ്രായ വ്യത്യാസം എന്നുള്ളത്? ഡസൻ കണക്കിൽ ഇൻഷാ അല്ലാഹ് പണ്ഡിതന്മാരെ ഈ ഭാഗത്തിലും കൊണ്ടുവരാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ ജനിച്ചോ ജനിച്ചിട്ടില്ലേ എന്നതല്ല, റബീഉൽ അവ്വൽ മാസത്തിൽ ജന്മദിനാഘോഷം പ്രത്യേകമാക്കിയിട്ട് സുന്നത്താണെന്നുള്ള വാദത്തിന് നിങ്ങൾക്ക് ചാടാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ പറയണം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം എന്താ എന്ന് ചോദിക്കപ്പെടുന്നറിയോ? തിങ്കളാഴ്ച നോമ്പിനെ പറ്റി ശുക്രിനെ പറ്റി ചോദിച്ചത് പുള്ളിക്ക് ബിരിയാണി കഴിക്കാൻ നിങ്ങൾ കിയാസാക്കല്ലേ? നടക്കില്ല. നിങ്ങൾ ആ കിയാസ്, നിങ്ങളുടെ ആ ബാത്തിനിയാക്കുള്ള കിയാസ് നടക്കില്ല. നിങ്ങൾ അക്കാലുവിന്റെ ആ കിയാസ് നടക്കില്ല മുസ്ലിയാരെ. നിങ്ങൾ ഇബ്നു റജബ് അൽ ഹംബലിയുടെ പേരിൽ ഇല്ലാത്ത ആചാരങ്ങൾ, ഇല്ലാത്ത വിശ്വാസങ്ങൾ കെട്ടിച്ചമക്കാൻ ഞങ്ങൾ വിടില്ല. നിങ്ങൾക്കറിയോ ഇബ്നു റജബ് അൽ ഹംബലി ആരെന്നുള്ളത്? ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയുടെ ശിഷ്യനാണ്. ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയുടെ ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസമായി കെട്ടിച്ചേർക്കാൻ മുസ്ലിമീങ്ങൾ സമ്മതിക്കില്ല. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നിന്നില്ല, നിങ്ങളെ വിടില്ല. നിങ്ങൾ പിൻവലിക്കണം. അങ്ങനെ ഒരു ആഘോഷം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ വകയാണ്. എന്താണ് സുഹൈൽ സാഹിബ് ഇങ്ങനെയൊക്കെ ആയാല്? അദ്ദേഹം റബീഉൽ അവ്വലിലല്ല ജനിച്ചത് എന്ന് പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുല്ല അലിയുള്ള കാരുടെ ഉദ്ധരണി കൊണ്ടുവന്നത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. റബീഉൽ അവ്വലിലല്ല ജനിച്ചത് എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന ഉദ്ധരണിയിൽ റബീഉൽ അവ്വലിലാണ് ജനിച്ചത് എന്ന് മശ്ഹൂർ. ഇത്തിഫാഖ് ഉണ്ട് എന്ന് പറയുന്നു. ഇത്തിഫാഖിൽ നെളുറുള്ളത് കൊണ്ട് ഇവിടെ എന്താ പ്രശ്നം? ഇത്തിഫാഖിൽ അങ്ങനെ എത്ര നെളുറുണ്ടാവും? നിങ്ങൾക്ക് ഉസൂല് തിരിയാത്തത് കൊണ്ട് ഞാൻ ഉത്തരവാദിയാണോ? നിങ്ങൾക്ക് ഉസൂല് തിരിയാത്തത് കൊണ്ട്
നിങ്ങൾ തന്നെ പറഞ്ഞു റബീഉൽ അവ്വലിൽ അല്ലാന്ന്. അതാ മുല്ല അലിയുൽ ഖാരി പറയുന്നത് കേട്ടോ, വൽ മശ്ഹൂറു ഫി റബീഉൽ അവ്വൽ, മശ്ഹൂറായ അഭിപ്രായം റബീഉൽ അവ്വലിലാണ് പോലും. സുബ്ഹാന ജല്ല ജലാലുഹു. ബഹുമാനപ്പെട്ട ഇബ്നു റജബുൽ ഹംബലിയെ കുറിച്ച്, ഇബ്നു ഹജറുൽ അസ്ഖലാനിയെ കുറിച്ച്, ഇബ്നുൽ ഹാജിനെ കുറിച്ച്, അതുപോലെ തന്നെ ഇമാം സുയൂത്തിയെ കുറിച്ച് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒന്നാമത്തെ ചോദ്യത്തിൽ 4 ഇമാമിങ്ങളെ ഞാൻ ഉദ്ധരിച്ചിട്ട് ഇവർ 3 ഇമാമിങ്ങളെ തള്ളുകയാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇബ്നു റജബുൽ ഹംബലി, നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കാൻ അവസരമല്ല, അയാൾ ചോദിക്കാൻ ഇബ്നു റജബുൽ ഹംബലി ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഉത്തരം പറയും എന്റെ അടുത്ത്. പാവത്തിന് ഏതാ ഇപ്പൊ അവസരം എന്ന് പോലും ഓർമ്മല്ല. സുഹൈൽ യൂസഫ്, ഉറങ്ങാണോ? നിങ്ങളിപ്പോ ഉത്തരം പറയുന്ന ടൈമാണ്. നിങ്ങൾ ഇബ്നു റജബുൽ ഹംബലിയിൽ എവിടെയാണ് അതേ നബിദിനാഘോഷം ബിദ്അത്താന്ന് പറഞ്ഞത്? പിന്നെ മൗസിം എന്നത് മൂസിം എന്നൊക്കെ വായിക്കാണ്. ഇതൊക്കെ എന്ത് വിവരക്കേടാ. വമാ അദാ ദാലിക ഫത്തിഖാദുഹു ഈദൻ വമൗസിമൻ ബിദ്അത്തുൻ ലാ അസ്ല ലഹു ഫിശ്ശരീഅ, ലാ അസ്ല ലഹു ഫിശ്ശരീഅ. അത് പറഞ്ഞത് കൊണ്ട് നബിദിനം എങ്ങനെയാണ് ചങ്ങാതി അസ്ലില്ലാതെ പുത്തനാശയമാവുക? അവിടെ എവിടെ നബിദിനമാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടോ മൗലവി? നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചതല്ലേ? മത്വാലിങ്ങളെന്ന് പച്ചക്കള്ളം പറഞ്ഞതല്ലേ? നിങ്ങൾ ഇവിടെ തെളിയിക്കാനുള്ളത്? എന്റെ ചോദ്യം നിങ്ങൾ മറുപടി നൽകണം. ഇബ്നു ഹജറുൽ അസ്ഖലാനിയെ തൊട്ടിട്ടില്ല, ഇബ്നുൽ ഹാജിനെ തൊട്ടിട്ടില്ല, ഇമാം സുയൂത്തിയെ തൊട്ടിട്ടില്ല. ഇമാം സുയൂത്തി സുന്നത്തെന്ന് പറഞ്ഞിട്ടില്ല അൽ ഹാവിയിൽ ഫതാവയിൽ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനിയെ കുറിച്ച് അൽ ഹാവിയിൽ ഫതാവയിൽ നബിദിനാഘോഷം സുന്നത്താണെന്നും ഭക്ഷണം കൊടുക്കലും അതുപോലെ തന്നെ ജാഥ സംഘടിപ്പിക്കലും ഇജ്തിമാ നടത്തലും അതുപോലെ തന്നെ സ്വതക്ക കൊടുക്കലും തിലാവത്തുൽ ഖുർആൻ നടത്തലും സുന്നത്താണെന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ എന്താ തൊടാത്തത്? അതുപോലെ തന്നെ ഇബ്നുൽ ഹാജ് അൽ മദ്ഖലിൽ പറഞ്ഞിട്ടില്ലേ? എന്റെ ഒന്നാമത്തെ ചോദ്യമല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളത്? 4ാമത്തെ ഇമാമാണ് ഇബ്നു റജബുൽ ഹംബലി. ഇബ്നു റജബുൽ ഹംബലിയെ കുറിച്ച് നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു മൗലിദ് ആഘോഷിക്കലും അതിനക്ക് തെളിവില്ല, അതിനക്ക് തെളിവില്ല എന്ന് നിങ്ങൾ പറഞ്ഞ ആ ഇബാറത്ത് ഇബ്നു റജബുൽ ഹംബലി പറഞ്ഞതായിട്ട് നിങ്ങളൊരു വഹാബിയാണെങ്കിൽ, നിങ്ങൾ ആദർശത്തിൽ കടുകുമണിയോളം ബോധമുണ്ടെങ്കിൽ നിങ്ങളത് കാണിച്ചു തരണം. ഏത് കിതാബിലാ പറഞ്ഞത്? ഏത് ഇബ്നു റജബുൽ ഹംബലിയാ പറഞ്ഞത്? ലാ അസ്ല ലഹു ഫി ശരീഅ എന്ന് പറയുമ്പോ അതിലേക്ക് മൗലിദ് വരുമെന്ന് ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? പ്രബുദ്ധരായ ജനങ്ങളോട് നിങ്ങൾ മറുപടി കൊടുക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ഇവിടെ മുസ്ലിയാർ പറയുന്നത് അറിയോ? മുസ്ലിയാർ ഞാൻ കള്ളം പറഞ്ഞില്ല. അത് കള്ളം പറഞ്ഞാലേ, നിങ്ങൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം തന്നെ പറയല്ലോ. ഏതുപോലെ വെച്ച് കഴിഞ്ഞാല് സഖാഫികൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? സത്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമാണ് എന്ന് നേരെ തിരിച്ചു മനസ്സിലാക്കാം. ഇനി മനസ്സിലാക്കുക എന്ത്? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി ജന്മദിനാഘോഷം കൊണ്ടാടാൻ, നബി സല്ലല്ലാഹു അലൈഹി ജന്മദിനം പ്രത്യേകമാക്കി റബീഉൽ അവ്വൽ കൊണ്ടാടാൻ ഇബ്നു റജബുൽ ഹംബലി അങ്ങനെ ചെയ്തു, അങ്ങനെ പറഞ്ഞു എന്നാണോ? എവിടെയാണ് ഇബ്നു റജബുൽ ഹംബലിയുടെ ഇബാറത്തിൽ റബീഉൽ അവ്വൽ മാസം എന്നുള്ളത്? എവിടെയാണ് ഇബ്നു റജബുൽ ഹംബലിയുടെ ഇബാറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി ജന്മദിനാഘോഷം കൊണ്ടാടുക എന്നുള്ളത്? എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി ജന്മദിനാഘോഷം പ്രത്യേകമാക്കി ചെയ്യുന്ന സുന്നത്താണുള്ളത്? എവിടെയാണ് തായിഫുൽ മആരിഫിൽ നിങ്ങൾ വായിക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം അഥവാ തിങ്കളാഴ്ച അത് നിഅമത്താണ്, ശുക്ർ ചെയ്യുന്നുള്ളത് ഇവിടെ തർക്കമില്ലാത്ത കാര്യമാണ് മുസ്ലിയാരെ. അതാണോ നിങ്ങൾ തെളിവായി കൊണ്ടുവരുന്നത്? നിങ്ങളെ വാദം പോലും നിങ്ങൾ മറന്നുപോയോ? നിങ്ങളെ വാദം എന്താണ്? റബീഉൽ അവ്വൽ മാസം പ്രത്യേകമാക്കിക്കൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നത്, ജന്മദിനാഘോഷം കൊണ്ടാടുന്നത് ബിദ്അത്താണ്, അത് സുന്നത്താണ് എന്ന് നിങ്ങളുടെ വാദം. അതിൽ നിങ്ങൾക്ക് എന്തില്ല? നിങ്ങൾ ഇബ്നു റജബുൽ ഹംബലിയുടെ ഇബാറത്തിൽ തെളിവില്ല. മനസ്സിലാക്കും. ഇവിടെ വ്യക്തമായി തന്നെ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. എന്താ പറയുന്നത് അറിയോ? വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉദ്ധരിച്ചു, ലാ തത്തഖിദുൽ യൗമ വശഹറൻ ഈദാ എന്നുള്ള ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് വഅസ്ലു ഹാദാ അന്നഹു ലാ യുശ്റഉ യത്തഖിദുൽ മുസ്ലിമൂന ഈദാ ഇല്ലാ മാ ജാഅത്ത് ശരീഅത്തു. വ്യക്തമായി തന്നെ മുസ്ലിമീങ്ങൾക്ക് ആഘോഷമായി ശറഇൽ എന്താണ് എല്ലാം ഹറാം ാണ് എപ്പോഴല്ലാതെ ശരീഅത്തിൽ വ്യക്തമായി തന്നെ ദലീൽ വന്ന കാര്യങ്ങളല്ലാതെ. അതെന്തൊക്കെയാണ്? വഹ്വ യൗമുൽ ഫിത്രി വയൗമുൽ അദ്ഹ വയൗമുത് തശ്രീഖ്. എവിടെ റബീഉൽ അവ്വൽ മുസ്ലിയാരെ? എവിടെ റബീഉൽ അവ്വൽ മാസത്തിൽ ആഘോഷം എന്നുള്ള മുസ്ലിയാരെ? ഇവിടെ ഇല്ല. വഹിയ അയാദുൽ ആം, അത് കൊല്ലങ്ങളുള്ള എന്താണ് ആഘോഷങ്ങളാണ് മുസ്ലിമീങ്ങൾക്ക്. വയൗമുൽ ജുമഅത്തി വഹുവ ഈദുൽ ഉസ്ബൂ, എന്നാൽ ആഴ്ചയിലുള്ള ആഘോഷമോ അത് യൗമുൽ ജുമഅ ആണ്. വമാ അദാ ദാലിക ഫിത്തിഖാദു ഈദ വമൂസിമ ബിദ്അത്തുൻ ലാ
അസ്ല ലഹു ഫി ശരീഅത്തി, ഇതല്ലാതെ ഇപ്പറഞ്ഞ മൂന്നും അതുപോലെ തന്നെ ഒരു കാര്യങ്ങളല്ലാതെ അഥവാ യൗമുൽ ഫിത്റും യൗമുൽ അദ്ഹയും അയ്യാമുൽ തശ്രീഖും യൗമുൽ ജുമുഅ അല്ലാതെ മുസ്ലിമീങ്ങൾ ആഘോഷമായി അതല്ലാതെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബിദ്അത്തുൻ ലാ അസ്ല ലഹു ഫി ശരീഅത്തി, ഇതല്ലാതെ ആരെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബിദ്അത്തിന് ഒരു അടിസ്ഥാനവുമില്ല എന്ന് വ്യക്തമായി തന്നെ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി പറഞ്ഞിരിക്കെ, നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി ജന്മദിനാഘോഷം കൊണ്ടാടാൻ തെളിവുണ്ടെന്ന നിലയിൽ വരുത്തി തീർക്കുന്നത് വഞ്ചനയാണ്. നിങ്ങൾ പിൻവലിക്കണം. നിങ്ങൾക്ക് അല്പമെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ ഇത്രയും കള്ളം പറയാൻ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം എന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ തർക്കമുണ്ടായി എന്നുള്ളതും പഠിച്ചു വെച്ചോ. വ്യക്തമായി തന്നെ അബു അബ്ദുല്ലാ അൽ ഗഫാരി റഹ്മഹുല്ലാഹ് അഥവാ സ്പെയിനിലെയും അതുപോലെ തന്നെ പണ്ഡിതന്മാർ മാലിക് മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുന്നു. എന്താ പറയുന്നറിയോ? വലൈലത്തുൽ മൗലിദ് ലം യകുൻ സലഫി സ്വാലിഹ് ഹും അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വത്താബിഊന ലഹും യജ്തമിഊന ഫീഹാ ലിൽ ഇബാദ. സലഫു സ്വാലിഹീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി അസ്ഹാബുകളൊക്കെ ഇങ്ങനെ ലൈലത്തുൽ മൗലിദിന് വേണ്ടി കൂടിയിരുന്നിട്ട് ഒരു ഇബാദത്തെ തെളിവില്ല. വലാ യഫ്അലൂന ഫീഹാ, അങ്ങനെ പ്രവർത്തിച്ചില്ല. സിയാദത്തുൻ അലാ സാഇൽ ലയാലിസ് സന, മറ്റ് ദിവസങ്ങളില്ലാതെ ഇങ്ങനെ ഒരു ദിവസം തെരഞ്ഞുകൊണ്ട് അവർ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ പ്രവർത്തിച്ചില്ല. കാരണം എന്താണ്? ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യുഅല്ലമു ഇല്ലാ ബിവജ്ഹില്ലദി ശറഅ ഫീഹി വതഅലീമു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഅലീം ചെയ്യണം. എങ്ങനെ തഅലീം ചെയ്യണം? ശറയിൽ നബി അല്ലാഹു തആല പറഞ്ഞതുപോലെ ചെയ്യണം. എന്നാലോ വതഅലീമു മിൻ അഅ്ളമിൽ ഖുർബി ഇലല്ലാഹ് ലാകിൻ യുതഖറബു ഇലല്ലാഹി ജല്ല ജലാലുഹു ബിമാ ശറഅ. അല്ലാഹു തആല കൽപ്പിച്ചതുപോലെ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യണം. എന്നിട്ട് വ്യക്തമായി തന്നെ പറയുന്നു, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ രീതിയിൽ ജന്മദിനാഘോഷം കൊണ്ടാണ് തെളിവാണെങ്കിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ജനിച്ചു എന്നുള്ളതിന്റെ എല്ലാം ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. കാരണം അന്ന് നബി സല്ലല്ലാഹു അലൈഹി ജന്മദിനാഘോഷമെങ്കിൽ മുസ്ലിമീങ്ങൾ ഒന്നടക്കം ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായി തന്നെ അബു അബ്ദുല്ലാ അൽ ഗഫാരി റഹ്മത്തുള്ളാഹി ഇത് ഇഖ്തിലാഫുള്ള കാലം എന്താണ്, അങ്ങനെ മുസ്ലിമുകൾ ചെയ്യാത്ത കാലമാണെന്നുള്ളത് വ്യക്തമായി തന്നെ പറഞ്ഞു. ഓ മൗലവി, നിങ്ങളുടെ പരാജയം നിങ്ങളുടെ തുറന്ന് സമ്മതിക്കുകയാണ്. ഇബ്നു ഹജറുൽ അസ്ഖലാനി സുന്നത്താണെന്ന് പറഞ്ഞത് ഇബ്നു ഹജറുൽ അസ്ഖലാനി ഹറാം ചെയ്ത ആളാണോ? ഹറാമിനെ സുന്നത്താക്കിയ ആളാണോ? നിങ്ങൾ ഇതുവരെ മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു സുന്നത്താണെന്ന് പറഞ്ഞ ഇബാറത്ത് ഞാൻ മേലെ ഇട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട സുയൂത്തി റളിയല്ലാഹു അൻഹു, ആരാണ് സുയൂത്തി? റസൂലുള്ളാഹിനെ 70 ചില്ലാൻ തവണ സ്വപ്നം കണ്ടിട്ട് ശൈഖുൽ ഹദീസ് എന്ന് റസൂലുള്ള വിളിച്ച ഇമാം സുയൂത്തി സുന്നത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ബിദ്അത്ത് അറിയാത്ത ആളാണോ ഇമാം സുയൂത്തി? ഈ ബിദ്അത്ത് അറിയാത്ത ആളാണോ ഇബ്നു ഹജറുൽ അസ്ഖലാനി? ഈ ബിദ്അത്ത് അറിയാത്ത ആളാണോ ഇബ്നുൽ ഹാജ്? ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിട്ട് 6ാമത്തെ തവണയായിട്ട് പോലും നിങ്ങൾ അസ്ഖലാനിയെ തൊട്ടോ, നിങ്ങൾ സുയൂത്തിയെ തൊട്ടോ, നിങ്ങൾ ഇബ്നുൽ ഹാജിനെ തൊട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇല്ല, നിങ്ങൾ തൊട്ടിട്ടില്ല, നിങ്ങൾ തൊടുകയുമില്ല, നിങ്ങൾക്കതിന് ചങ്കൂറ്റമില്ല. ഇബ്നു ഹജറുൽ അസ്ഖലാനി സുന്നത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തേ ബിദ്അത്ത്? ബഹുമാനപ്പെട്ട അസ്ഖലാനി റളിയല്ലാഹു അൻഹു സുന്നത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ബിദ്അത്ത് അറിയാത്ത ആളാണോ അസ്ഖലാനി റളിയല്ലാഹു അൻഹു? അതുപോലെ തന്നെ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു എഴുതി വെച്ചിട്ടുണ്ട് സുന്നത്ത്. എന്റെ അവർക്കൊന്നും ഈ ബിദ്അത്ത് അറിയാത്ത ആളാണോ? പിന്നെ അയാളെ വക ഇബ്നു റജബുൽ ഹംബലി, എന്തിനാ നിങ്ങൾ ഈ പൊട്ടത്തരം കളിക്കുന്നത്? എന്തിനാ പൊതുജനങ്ങളെ നിങ്ങൾ പൊട്ടീസാക്കുന്നത്? ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ജനിച്ച ദിവസമായതുകൊണ്ട് അതിങ്ങനെ പുതുതായി 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 വരുമ്പോ നന്ദി കൊണ്ട് പുതുതാക്കപ്പെടണമെന്ന് ഇബ്നു റജബുൽ ഹംബലി പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ എന്താ മൂടി വെക്കുന്നത്? നബിയുടെ ജന്മദിനമായതുകൊണ്ട് ഇബ്നു റജബുൽ ഹംബലി പറയുന്നു, നോമ്പെടുക്കണം, ശുക്ർ ചെയ്യണം. ശുക്ർ എന്താണെന്ന് അസ്ഖലാനി ഇമാം ഭക്ഷണം കൊടുക്കൽ ശുക്രാണെന്ന് പറഞ്ഞിട്ട് പോലും ഇതുവരെ നിങ്ങൾ മിണ്ടിയിട്ടുണ്ടോ? അപ്പൊ ചോദിക്കുകയാണ് വിഡ്ഢിത്തം. എന്താ ചോദിക്കുന്നത്? നബി തങ്ങൾ ജനിച്ചതെന്നാ? നബി തങ്ങൾ ജനിച്ചത് ഇത്തിഫാഖുള്ള വിഷയമാണ്, മശ്ഹൂറായ അഭിപ്രായം. നബി തങ്ങൾ ജനിച്ചിട്ടുള്ളത് റബീഉൽ അവ്വലിൽ തന്നെ, റബീഉൽ അവ്വലിൽ തന്നെ ഇത്തിഫാഖുണ്ടെന്ന് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ കിതാബ് നിങ്ങൾ തൊടാത്തത് എന്താണ്? മുകളിൽ സുന്നത്തെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ പറയുന്നു നബിദിനാഘോഷം കൊണ്ടാടൽ ബിദ്അത്തും അനിസ്ലാമികവും ഹറാമുമാണെങ്കിൽ അസ്ഖലാനി ബിദ്അത്ത് ചെയ്ത ആളാണോ? ഹറാം ചെയ്ത ആളാണോ? അനിസ്ലാമികത്തിന് കൂട്ടുനിന്ന ആളാണോ? സുയൂത്തി അങ്ങനെയാണോ?
ഇബ്നുൽ ഹാജ് അങ്ങനെയാണോ? നിങ്ങളെന്താ ലത്വായിഫുൽ മആരിഫിൽ മാത്രം കൂടുന്നത്? അതുകൂടിക്കൊണ്ട് ബാക്കിയുള്ളത് മൂടി വെക്കാൻ വേണ്ടിയിട്ടല്ലേ? ലോക മുസ്ലിമീങ്ങൾ സമ്മതിക്കില്ല. ബിദ്അത്ത് നിങ്ങളെക്കാളും അസ്കലാനിക്ക് തിരിഞ്ഞിട്ടില്ലയോ? അസ്കലാനിയെക്കാളും നിങ്ങൾക്കാണോ ബിദ്അത്ത് തിരിഞ്ഞത്? സുയൂത്തിയെക്കാളും നിങ്ങൾക്കാണോ ബിദ്അത്ത് തിരിഞ്ഞത്? പിന്നെ ഞാൻ ചോദിക്കട്ടെ, ലത്വായിഫുൽ മആരിഫിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതേ നിങ്ങൾക്ക് തിരിയാത്തതാണ്. ഇവിടെ ബോധ്യപ്പെടുത്തി തന്നു, നബിയുടെ ജന്മദിനമായതുകൊണ്ടോ അന്ന് ആഘോഷിക്കണം. അപ്പൊ ചോദിക്കണം, റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടോന്ന്? അതിനല്ലേ ചങ്ങാതി തുഹ്ഫത്തുൽ അഹ്വദി ഞാൻ കൊണ്ടുവന്നത്, നബിയുടെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കണമെന്ന്. അതെ, നിങ്ങൾ ലത്വായിഫിലുണ്ടെങ്കിൽ ആ ലത്വായിഫിൽ പറഞ്ഞ ജന്മദിനം റബീഉൽ അവ്വലിലാണെന്ന് സമർത്ഥിച്ചു തരുമ്പോ വീണ്ടും മർക്കട മുഷ്ടി കാണിക്കുകയാണോ? എന്താ നിങ്ങൾ ഈ 4 ഇമാമിങ്ങളെ തൊടാത്തത്? മറുപടി പറ. തൊട്ട കിതാബിന്റെ പൊള്ളി കൈയായ പാളിസേക്ക് എടുക്കല്ലേ എന്റെ മുസ്ലിയാരെ? ഒരു കിതാബ് തൊട്ടപ്പോ അതിന്റെ ഇത് കണ്ടല്ലോ, അതിന്റെ ആ ഡിഗ്രി കണ്ടല്ലോ നിങ്ങൾക്ക്. തൊട്ട ഇബ്നു റജബ് അൽ ഹംബലിയുടെ കിതാബ് തൊട്ട ബർക്കത്തിന് വേണ്ടി മൂപ്പരൊന്ന് പറഞ്ഞു നോക്കിയത്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ. എന്തേ കാരണം? നിങ്ങളെ കുടുങ്ങിയില്ലേ? എന്തുകൊണ്ട് നിങ്ങൾക്കത് വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി ജന്മദിനാഘോഷം എന്നതിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എന്താണ് റബീഉൽ അവ്വൽ മാസം എന്ന് ഇബ്നു റജബ് അൽ ഹംബലി ലതായിഫുൽ മആരിഫിൽ ഇല്ല. അതുപോലെ തന്നെ ലതായിഫുൽ മആരിഫിൽ വ്യക്തമായി തന്നെ അദ്ദേഹം പല ആഘോഷങ്ങൾ കൊണ്ടുവരുന്നു. ഇനി ഇതല്ലാതെ വേറെ ആരെയും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബിദ്അത്തുൽ ലാ അസ്ല ലഹു ഫി ശരീഅത്തി എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു? നിങ്ങൾ പറയുന്നത് കളവാണ്. ഞാൻ ഇത് ഇബാദത്തന്നല്ലോ, ബുക്ക് ഇട്ടെന്നല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് അത് തൊടാൻ കഴിഞ്ഞില്ല? ഇനി പാവത്തിന് എന്താണ് ഇപ്പൊ ഇതിലേക്ക് കിടക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം റബീഉൽ അവ്വൽ മാസത്തിൽ ഇത്തിഫാഖ് ഉണ്ട് എന്ന വിഷയത്തിന്റെ പൊന്നെ ഞാൻ ഒരു കാര്യം വിട്ടു. എന്ത്? മുല്ല അലിക്കാർ റഹ്മത്തുള്ളാഹിയുടെ ഇത് കൊടുത്തു, വ്യക്തമായി തന്നെ അതിന്റെ അഭിപ്രായ വ്യത്യാസമുള്ള കൊടുത്തു. അതുപോലെ തന്നെ വീണ്ടും അബു അബ്ദുല്ലാ അൽ ഗഫാർ അൽ-ഇർനാദി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതാവയിൽ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം കഴിക്കാൻ പാടാത്തതെന്ന് വെച്ചാൽ അവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ജനിച്ചെന്നുള്ളിൽ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം പ്രത്യേകമാണെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്ന ഇബാദത്ത് എന്തുകൊണ്ട് തൊടില്ല? ഇനി പുള്ളിക്ക് ഒരു കിതാബ് കൂടി തൊടണം. ഇൻഷാ അല്ലാഹ് ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹി കിതാബ് നമുക്ക് നോക്കാം. നോക്കിക്കോ, എന്താണ് ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് അതിന്റെ പറയുന്നത്? വമിൻ ജുംലത്തിൻ, തുടക്കം തന്നെ തുടങ്ങുന്നത് വമിൻ ജുംലത്തിൻ മാ അഹ്ദസഹു മിനൽ ബിദ്ഇ മാ ഇഅ്തിഖാദിഹിം അന്ന ദാലിക മിൻ അക്ബറിൽ ഇബാദാത്ത് വഇദ്ഹാർ ശആഇർ മാ യഫ്അലൂനഹു ഫീ ശഹ്രി റബീഉൽ അവ്വൽ മിൻ മൗലിദിൻ ഖദ് ഇഹ്തവ അലാ ബിദ്അൻ വമുഹറമാത്തിൻ ജുംല എന്ന് വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞു. ഇനി ആരെങ്കിലും ഇനി ഹറാമല്ലാത്ത കാര്യങ്ങളല്ലാതെ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ അതിന്റെ വിധി എന്നറിയോ? ഇപ്പൊ ആർക്കാൾ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വ്യക്തമായി തന്നെ അത് ഹറാമിന്റെ ഗണത്തിൽപ്പെട്ടി. ഇനി അതല്ലാതെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഫഇൻ ഖലാ മിൻഹു വഅമില തആമൻ ഫഖദ്, വെറും എന്താണ് ഭക്ഷണത്തിന്റെ ആ കാര്യം മാത്രം എടുക്കുക. വനവാബിഹിൽ മൗലിദ, അദ്ദേഹം എന്ത് ചെയ്തു? മൗലിദ് എന്നുള്ള ഉദ്ദേശം ചെയ്തു. വദഅ ഇലൈഹിൽ ഇഖ്വാന, അതുപോലെ തന്നെ ആളുകളൊക്കെ എന്തിനു വേണ്ടി അതിനെ ക്ഷണിച്ചു. വസലിമ മിൻ കുല്ലി മാ തഖദ്ദമ ദിക്റുഹു ഫഹുവ ബിദ്അത്തുൻ ബിനഫ്സി നിയ്യതിഹി. അങ്ങനെ ഉദ്ദേശിക്കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ മാസത്തിൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി ജന്മദിനം എന്ന ഉദ്ദേശത്തോടെ ഈ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ ബിദ്അത്താണ്. കാരണം ഇത് കാരണം ഇത് വ്യക്തമായി തന്നെ ദീനിൽ കൂട്ടുള്ള കാര്യമാണ്. വ്യക്തമായി തന്നെ സലഫുസ് സാലിഹീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം എന്ന നിയ്യത്ത് ചെയ്താൽ ഇത് ബിദ്അത്താണ്. കാരണം അവരങ്ങനെ ചെയ്തിട്ടില്ല. എന്നിട്ടോ നമുക്കൊരു ഉപദേശമുണ്ട്. എന്താ ഉപദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബികൾ അതുപോലെ സലഫുസ് സാലിഹീങ്ങൾ അവരെയാണ് നാം പിൻപറ്റേണ്ടത്. വലഹും ഖദമു സബ്ഖി ഫിൽ മുദാബറതി ഇലാ ദാലിക വലം യുൻഖൽ അൻ അഹദിൻ മിൻഹും അന്നഹു നവൽ മൗലിദ വനഹ്നു ലഹും. എന്താണ് അവരെന്ത് ചെയ്തിട്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം എന്ന പേരിൽ ഈ രീതിയിൽ അവർ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ നാം ഇത്തിബാ ചെയ്യേണ്ട അവരിലാണ്.
പല പണ്ഡിതന്മാരൊക്കെ ബിദ്അ ഹസന എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായി തന്നെ പിടിച്ചോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് വ്യക്തമായി തന്നെ പറഞ്ഞു വെക്കാം. അവരൊക്കെ മുബ്തദീങ്ങൾ എന്ന് പറഞ്ഞ് ചിത്രീകരിക്കാണോ, ആ രീതിയിൽ അങ്ങനെ ചിത്രീകരിക്കാണോ? ഏതെങ്കിലും ഒരു വിഷയം ബിദ്അത്തായ കാര്യം അവർ ആ രീതിയിൽ അവരുടെ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചോ. നിങ്ങൾ മർക്കസ് സഖാഫത്തിൽ ഇതൊന്നും പഠിക്കില്ല. വ്യക്തമായി തന്നെ ഇഅ്തിസാമിൽ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹ് അങ്ങനെ പണ്ഡിതന്മാരിൽ നിന്ന് എന്തെങ്കിലും ബിദ്അത്ത് വന്നു കഴിഞ്ഞാൽ പഠിച്ചോളൂ. ഖിസ്മുൽ അവ്വൽ അലാ ദർബൈൻ, രണ്ട് നിലക്കാണ്. ഒന്നാമത്തേത് മുജ്തഹിദായ പണ്ഡിതന്മാർ, ഐ യസിഹ ഖൗലുഹു മുജ്തഹിദ, ആ പണ്ഡിതൻ എന്താണ്? മുജ്തഹിദാണ്. ഫൽഇബ്തിദാഉ മിൻഹു ലാ യഖഉ ഇല്ലാ ഫൽത, എന്താണ്? അദ്ദേഹത്തിൽ നിന്നും ഈ രീതിയിലുള്ള ബിദ്അത്തുകളൊക്കെ അബദ്ധത്തിൽ നിന്നല്ലാതെ വരികയില്ല. മനസ്സിലായില്ല? നിങ്ങളെ പോലെ കരുതി കൂട്ടി മുബ്തദീങ്ങൾ അല്ല, മറിച്ച് അദ്ദേഹം എന്താണ്? അവരിൽ നിന്നും കരുതി കൂട്ടിയിട്ടല്ലാതെ അബദ്ധത്തിൽ നിന്നും വരികയും എന്നിട്ടോ വബിൽ അർദി ലാ ബിസ്സാതി, അതെന്താണ്? അവരിൽ ഉൾക്കൊള്ളുന്ന ഒരു സിഫത്തല്ല, മറിച്ച് എന്താണ്? ചിലപ്പോൾ അതിൽ നിന്നും വരുന്ന തെറ്റുകളാണ്. എന്നിട്ടോ അതിനെ മുബ്തദിയാ ചിത്രീകരിക്കാൻ വേണ്ടി അല്ല. വഇന്നമാ തുസമ്മ ഗൽദതൻ ഔ സല്ല, അവർക്ക് വീഴ്ച പറ്റി, അവർക്ക് തെറ്റുപറ്റി എന്നാണ് മുജ്തഹിദായ പണ്ഡിതന്മാർ അവർക്ക് എന്തെങ്കിലും വിഷയത്തിൽ അവർ ബിദ്അത്തായ കാര്യം സുന്നത്താണെന്നതിലേക്ക് പ്രഖ്യാപിച്ചാലോ, അല്ലെങ്കിൽ കൂലി കിട്ടുമെന്ന് പ്രഖ്യാപിച്ചാലോ, അല്ലെങ്കിൽ ജനങ്ങളെ ക്ഷണിച്ചെന്ന് വെച്ചാലോ, ആ രീതിയിലുള്ള പണ്ഡിതന്മാരൊക്കെ മുബ്തദീങ്ങളാക്കി ചിത്രീകരിക്കാൻ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മക്കൾ സാധ്യമല്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ പറയും, നിങ്ങൾ മറ്റുള്ള പണ്ഡിതന്മാർ മുബ്തദീങ്ങൾ വിളിക്കും. ആ രീതിയിൽ നിങ്ങൾക്കറിയാം, കാരണം നിങ്ങൾ ഉസൂലുകൾ പഠിച്ചിട്ടില്ല. മൻ ഹുരിമൽ ഉസൂൽ ഹുരിമൽ ഉസൂൽ. ചോദിച്ച ചോദ്യം അവിടെ കിടക്കുക, അയാൾ പഠിച്ചു വന്നത് ഇവിടെ വിശദീകരിക്കുക. മർക്കസ് സഖാഫത്ത് സുന്നിയിൽ എന്താ പഠിച്ചതെന്നൊക്കെ ഇപ്പൊ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. 4 ഇമാമിങ്ങൾ ചോദിച്ചിട്ട് ഇപ്പൊ 2ാമത്തെ ഇമാമത് കടക്കുന്നുണ്ട്, ബാക്കി 2 വിട്ടിക്കാണ്. ബാക്കി 2 വിട്ടിക്കാണ്. ചെന്നാലേ ഞാൻ മേലിട്ട് 2 ഇബാറത്ത് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹജ്ജിന്റെ ഇബാറത്താ. നിങ്ങൾ ലാ അസ്ല ലഹു ഫി ശരിഅ, ലാ അസ്ല ലഹു ഫി ശരിഅ, അതൊക്കെ ചോദ്യ സമയത്ത് ചോദിക്കും മൗലവി. ഇത് ഉത്തരം പറയേണ്ട സമയം ചങ്ങാതി. ചോദിക്കുന്ന സമയം നോക്കാദ്യത്തെ ഇബാറത്ത് ഫയംബഗി, ഇബ്നുൽ ഹാജ് പറയുന്നു ഫയംബഗി, സുന്നത്താണ് അൻ നഹ്തരിമഹു ഹഖ്ഖൽ ഇഹ്തിറാം, ആ ദിവസത്തെയും മാസത്തെയും ആദരിക്കേണ്ട അതേ രൂപത്തിൽ ആദരിക്കണം. വനുഫള്ളിലഹു ബിമാ ഫള്ളലല്ലാഹു ബിഹിൽ അശ്ഹുറൽ ഫാളില, ബാക്കിയുള്ള എല്ലാ ഫാളിലത്തായ ശ്രേഷ്ഠമായ മാസങ്ങളെ അല്ലാഹു പ്രത്യേകമാക്കിയതുപോലെ ഈ മാസത്തെയും ദിവസത്തെയും പ്രത്യേകമാക്കലും സുന്നത്താണ് കേട്ടോ. വഹാദാ, ഈ ദിവസം മിൻഹ, ആ ശ്രേഷ്ഠമായ മാസങ്ങളിൽ പെട്ടതാണ് എന്ന് ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു പറഞ്ഞ 1ാമത്തെ ഇബാറത്താണ്. പിന്നെ 2ാമത്തെ ഇബാറത്ത്, അപ്പൊ ഒരു സ്ഥലത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നാം ആദരിക്കണം, ബഹുമാനിക്കണം. അതേ ഇബ്നുൽ ഹാജ് തന്നെ വേറെ ഒരു സ്ഥലത്ത് പറയുകയാണ്. എന്താ പറഞ്ഞത്? നിങ്ങൾ ലാ അസ്ല ലഹു ഫി ശരിഅ എന്ന് പറഞ്ഞതും ഇബ്നുൽ ഹാജ് തങ്ങൾ എതിർത്തതും ശരിക്കുള്ള മൗലിദ് അല്ല. പിന്നെ ഏത് മൗലിദാണെന്നറിയുമോ? പഠിച്ചു വെച്ച ഒന്നും കൂടി ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ അർത്ഥം വെച്ചു തരാം. അതിൽ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് തങ്ങളോ ആ ദിവസത്തിന് പവർ ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ പറയുന്നത്? മൗലവി പഠിച്ചു വെച്ചോ, വിവരമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഉത്തരവാദികളല്ല. നിങ്ങൾ പഠിക്കണം. കേട്ടോ, ഞാൻ ഇട്ടുതരാം. ഞങ്ങളെ ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുകയാണ്. എവിടെ മറുപടി വരട്ടെ. അസ്കലാനി ഇമാമിനെ കുറിച്ചുള്ള ചോദ്യമൊക്കെ ബാക്കി നിൽക്കുകയാണ്. വരട്ടെ മറുപടി. സുയൂത്തി സുന്നത്താന്ന് പറഞ്ഞ് ബാക്കി നിൽക്കുകയാണ്. വരട്ടെ മറുപടി, വേഗം വരട്ടെ. എന്താ നിങ്ങൾ മറുപടി അറിയാതെ ഒളിഞ്ഞു പോകുന്നത്? വേഗം നിങ്ങൾ മറുപടി പറയൂ. സുന്നത്താണെന്ന് പറഞ്ഞ അവരൊക്കെ കിതാബ് തിരിയാത്തവരാണോ? അവരൊക്കെ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്താണോ? പറ മൗലവി. പണ്ഡിതന്മാർ എതിർത്തിട്ടുള്ളത് സാധാരണ മദ്ഹഗീതങ്ങൾ പാടുന്ന നബിദിനത്തെയല്ല, ഘോഷയാത്ര നടത്തുന്ന നബിദിനത്തിനെയല്ല, അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുന്ന നബിദിനത്തിനെയല്ല ഇബ്നുൽ ഹാജ് തങ്ങൾ എതിർത്തത്. പിന്നെയോ വഖദ് ഇഹ്തവ അലാ ബിദ്അൻ വമുഹറമാത്തിൻ ജുംല ഫമിൻ ദാലിക ഇസ്തിഅമാലുഹുൽ മഗാനി വമഅഹും മാലാത്തു തുർബ് മിൻ അത്വാറിൽ മുസർസറി വശബാബത്തു വഗൈറു ദാലിക. അതേ നീല എടുത്ത് വായിച്ചു നോക്കാം. അതേ മ്യൂസിക്കുകളും ചെണ്ടയും വാദ്യമേളങ്ങളും
ഗ്രന്ഥങ്ങളുമുള്ള ആ മൗലിദാണ് വിമർശിച്ചിട്ടുള്ളത്. വലാ ശക്ക അന്ന സമാഅ ഫീ ഗൈരി ഹാദിഹി ലൈലത്തി ഫീഹി മാ ഫീഹി ഫകൈഫ ബിഹി ഇദൻ ലമ്മ ഇലാ ഫളീലത്തി ഹാദാ ശഹ്റിൽ അളീം അല്ലദി ഫളലല്ലാഹു തആല വഫളലനാ ഫീഹി ബിഹാദൻ നബിയ്യി. സാധാരണ ദിവസത്തിൽ പോലും മ്യൂസിക് പറ്റില്ല എങ്കിൽ ഈ പരിശുദ്ധമായ ലൈലയിൽ, ഈ പരിശുദ്ധമായ രാവിൽ, ഈ പരിശുദ്ധമായ ദിവസത്തിൽ എങ്ങനെയാണ് ഈ ഹറാമ് നാം അനുവദിച്ചു കൊടുക്കുക എന്ന് ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് ഇതാണ് വിമർശിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് ഇമാമുന ശാഫിഈയെ പരിചയമുണ്ടോ? നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ചോദിക്കൂ നിങ്ങൾ. അപ്പൊ ഇബ്നുൽ ഹാജ് വിമർശിച്ചിട്ടുള്ളത് സാധാരണ മൗലിദിനെയല്ല, മ്യൂസിക് ഉള്ള മൗലിദിനെയാണ്, അനാവശ്യങ്ങളുള്ള മൗലിദിനെയാണ് ബഹുമാനപ്പെട്ടവർ വിമർശിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, വീണ്ടും നമ്മുടെ സഹോദരനായ ഹുസൈൻ സഖാഫി അത് തൊടുന്നില്ല. എന്റെ അൽ മദ്ഖലിൽ നിങ്ങൾ ചെയ്യുന്ന രീതിയിലുള്ള ബിദ്അത്ത് അത് വ്യക്തമായി തന്നെ മൗലിദ് എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് ബിദ്അത്ത് തന്നെ എന്ന് പറഞ്ഞപ്പോൾ അതിനെ തൊടുന്നില്ല. കേട്ടോളൂ വീണ്ടും. വമിൻ ജുംലത്തിൻ മാ അഹ്ദസഹു മിനൽ ബിദ്ഇ മഅ ഇഅ്തിഖാദിഹിം അന്ന ദാലിക മിൻ അക്ബറിൽ ഇബാദാത്ത് വഇദ്ഹാർ ശആഇർ മാ يفعلونه في شهر ربيع الأول من مولد وقد احتوى على بدع ومحرمات جملة. മൊത്തത്തിൽ എന്താണ് അത് ഹറാമായ കാര്യമാണെന്ന് വ്യക്തമായി തന്നെ ഇബ്നുൽ ഹാജർ റഹിമഹുല്ലാഹ് പറഞ്ഞു. ഇനി ഹറാമുള്ള കാര്യം മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ, മറ്റുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് സുന്നത്തെന്നാണോ? ഒരിക്കലുമല്ല. വ്യക്തമായി തന്നെ ഇബ്നുൽ ഹാജർ റഹിമഹുല്ലാഹ് പറയുന്നു. ഇനി അതുപോലെ പാട്ടും ഡാൻസും അതുപോലുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്തേണ്ടതായ കാര്യം, എന്നാലും അതൊക്കെ അതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഭക്ഷണം മാത്രം അത് ഉദ്ദേശിക്കുക, ഫഖത്ത് ഭക്ഷണം അത് ഉദ്ദേശിക്കുക. അത് കേട്ടോളൂ. വനവാബിഹിൽ മൗലിദ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്തു. വജാ ഇലൈഹിൽ ഇഖ്വാന, സഹോദരങ്ങളെ അതിനുവേണ്ടി ക്ഷണിച്ചു. വസലിമ മിൻ കുല്ലി മാ തഖദ്ദമ ദിക്റുഹു, നാം മുമ്പ് പറഞ്ഞിട്ടുള്ള ഹറാമായ കാര്യങ്ങളൊക്കെ സംരക്ഷിച്ചതാണ്. എന്നാലും ഫഹുവ ബിദ്അത്തുൻ മിൻ നഫ്സി നിയ്യതിഹി, അങ്ങനെ അദ്ദേഹം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം എന്ന ഉദ്ദേശത്തോടെ റബീഉൽ അവ്വൽ ആഘോഷിച്ചാൽ ബിദ്അത്താണ്. അഥവാ നിങ്ങളുടെ വാദം ബിദ്അത്താണ് എന്ന് ഇബ്നുൽ പിടിച്ചത് കാര്യമില്ല. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന കാര്യത്തിൽ നിങ്ങളുടെ വാദത്തിന് തെളിവില്ല. ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് നിങ്ങൾ പറയുന്ന കാര്യം ഇനി നല്ല കാര്യങ്ങൾ എന്ന് വാർത്ത കരുതിയാലും അവിടെ നിങ്ങൾ ചെയ്യുന്ന ഉദ്ദേശത്തോടെയാണെങ്കിൽ വനവാബിഹിൽ മൗലിദ വദഅ ഇലൈഹിൽ ഇഖ്വാന വസലിമ മിൻ കുല്ലി മാ തഖദ്ദമ ദിക്റുഹു ഫഹുവ ബിദ്അത്തുൻ മിൻ നഫ്സി നിയ്യതിഹി. കാരണം എന്താണെന്നറിയോ? കാരണം ഇത് ദീനിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് മുമ്പ് പോയ പൂർവികർ എന്ന് പാരമ്പര്യം എന്ന് പറഞ്ഞ പോലെ പാരമ്പര്യത്തിന്റെ ആളുകളുടെ മാതൃക ഉണ്ടാകും. അവരുടെ മാതൃക ഇതിൽ ഇല്ല. മാത്രമല്ല അവരെ പിൻപറ്റലാണ് നാം ഏറ്റവും ചെയ്യേണ്ടത്. അവരങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ ഉദ്ധരിക്കുന്ന ഇബ്നുൽ ഹാജ് മദ്ഖലിലുള്ള ഇബാറത്തുകളാണ്. എന്നിട്ടോ ബൽ ഔജബു മിൻ അൻ യസീദ നിയ്യതൻ മുഖാലിഫതൻ ലിമാ കാനു അലൈഹി ലിഅന്നഹും അശദ്ദുൻ നാസി ഇത്തിബാഅൻ ലിസുന്നതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഅലീമൻ ലഹു വലിസുന്നതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലഹും ഖദമു സബ്ഖി ഫിൽ മുദാവലിക വലം യുൻകൽ അൻ അഹദിൻ മിൻഹും, അവരിൽ നിന്നും ഒരൊറ്റ റിപ്പോർട്ടില്ല അന്നഹു നവൽ മൗലിദ, അങ്ങനെ പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി ജന്മദിനാഘോഷം എന്ന നിലക്ക് പ്രത്യേകമാക്കി ഒരു ആചാരം, ആ രീതിയിൽ ഭക്ഷണം വിതറൽ അങ്ങനെ ഇല്ല. അതുകൊണ്ട് ആ നിയ്യത്ത് ബിദ്അത്ത് തന്നെ, അത് ദീനിൽ കൂട്ടിച്ചേർക്കുന്ന കാര്യമാണ് എന്ന് വ്യക്തമായി തന്നെ നിങ്ങൾ മുബ്തദിങ്ങളാണെന്നുള്ളത് ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് തന്നെ തെളിയിച്ചു. എന്താണ് ഉദാഹരണത്തിന് ഇപ്പൊ പണ്ഡിതന്മാരൊക്കെ സുന്നത്താണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അത് ബിദ്അത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരൊക്കെ ഹറാമ് ചെയ്തു എന്നുള്ള പൊട്ടത്തരം. ഇത് സഖാഫിയിൽ നിന്ന് ചോദിക്കാൻ പാടില്ല. മനസ്സിലായോ? സഖാഫികൾ ഇത് ചോദിക്കാൻ പാടില്ല. സഖാഫി ചിലപ്പോൾ അല്ലാഹു അലം എന്താണ് അവർ പഠിക്കുന്നത്, എന്താണ് ബഷീർ പഠിക്കുന്നത്, അവിടെ അല്ലാഹു അലം അവരെന്താ പഠിക്കുന്നത്. എന്തായാലും കിതാബ് ഉദ്ധരിച്ച് ഞാൻ കൊണ്ടുവന്ന് പറഞ്ഞുതരാം. ഉദാഹരണത്തിന്
ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി ഇഅ്തിസാമിൽ നിന്ന് പറയുന്നു. എന്താ പറയുന്നത് അറിയോ? ഒരു മുജ്തഹിദായ പണ്ഡിതനിൽ നിന്നും ഒരു ബിദ്അത്തായ കാര്യം വന്നു കഴിഞ്ഞാൽ ഫൽഇബ്തിദാഉ മിൻഹു ലാ യഖഉ ഇല്ലാ ഫൽതതൻ, അദ്ദേഹത്തിൽ നിന്നും ഈ ബിദ്അത്തായ കാര്യങ്ങൾ അബദ്ധങ്ങളിൽ നിന്നല്ലാതെ വരികയില്ല. മാത്രമല്ല ഇത് വബിൽ അർദി ലാ ബിസ്സാതി, അഥവാ നിങ്ങളുടെ പോലെ മുബ്തദീങ്ങളല്ല, മറിച്ച് അവരിൽ നിന്ന് ചിലപ്പോൾ വരുന്ന ഒരു കാര്യം മാത്രമാണ്. വഇന്നമാ തുസമ്മ ഗൽതതൻ ഔ സല്ല, അവർക്ക് ആവശ്യത്തിൽ തെറ്റുപറ്റി, അവർക്ക് ആവശ്യത്തിൽ വീഴ്ച പറ്റി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനി ഒരു ഉദാഹരണം കൂടി ഇൻഷാ അല്ലാഹ് കൊണ്ട് എന്ത് ചെയ്യാം, ഈ കാര്യം അവസാനിപ്പിക്കാം. ഉദാഹരണത്തിന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹ്, അതുപോലെ ഷെയ്ഖ് മുഹദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹ് സലാത്തുർ റഗായിബ് സുന്നത്താണ് പറഞ്ഞ പണ്ഡിതന്മാരാണ്. എന്നാൽ ഇമാം റബി റഹ്മത്തുള്ളാഹ് പറയുന്നു എന്താണെന്നറിയോ? വഹാതാനി സ്വലാത്താനി ബിദ്അത്താനി മുൻകറാനി കബീഹത്താനി, ഈ രണ്ട് നമസ്കാരങ്ങളൊക്കെ ബിദ്അത്തും മുൻകറും അതുപോലെ തന്നെ ഖബീഹായ നമസ്കാരങ്ങളാണ്. എന്നിട്ടോ നിർത്തിയിട്ടില്ല. വലാ യുഖ്തറു ബിദിക്രിഹിമാ ഫീ കിതാബി ഖൂതുൽ ഖുലൂബ് ഇഹ്യാ ഉലൂമുദ്ദീൻ, ഇഹ്യാ ഉലൂമുദ്ദീൻ ഇമാം ഗസ്സാലിയുടെ കിതാബ് കൊണ്ട് നിങ്ങൾ വഞ്ചിതരാവരുത്. അതുപോലെ തന്നെ വലാ ബിൽ ഹദീസിൽ മസ്കൂർ ഫീഹിമാ ഫഇന്ന കുല്ല ദാലിക ബാത്തിലുൻ. അപ്പോ നിങ്ങൾ എന്ത് പറയും? ഇവിടെ നവവി റഹിമഹുല്ലാഹ് ആനെ ബിദ്അത്ത് മുബ്തദിയാക്കി, ഗസ്സാലി മുബ്തദിയാക്കി, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളൊക്കെ പച്ചക്കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കിയെന്ന് നിങ്ങൾ വിവരക്കേട് കൊണ്ട് പറയും. പക്ഷെ ഞങ്ങൾ പറയില്ല. കാരണം ഞങ്ങൾക്കറിയാം മുജ്തഹിദായ പണ്ഡിതന്മാരെ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിപ്പറ്റി എന്ന് പറയുന്നത് കിതാബ് ഉസൂലുൽ ഫിഖ്ഹിന്റെ കിതാബ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, അതല്ല നിങ്ങളുടെ പോലെ ഹവയുടെ അടിസ്ഥാനത്തിലല്ല. ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങളെ ചോദ്യങ്ങളല്ലേ, ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളിട്ട് ഇങ്ങനെയാണോ നിങ്ങൾ വീണത് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഞങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, ഷാ വരപ്പിക്കും. ഇൻഷാ അല്ലാഹ്.